നമ്മുടെ ഭൂട്ടാൻ വാഹന കേസ് വന്നില്ലേ? ഭൂട്ടാൻ വാഹന കേസ് വന്നപ്പോഴത്തേക്കിനും ടി വിയിൽ വാർത്ത ഞാൻ നോക്കിയപ്പോൾ ജയകൃഷ്ണന്റെ പടം, ജയകൃഷ്ണനും പൃഥ്വിരാജും കൂടെ നിൽക്കുന്ന പടം, അതും ഡിഫൻഡറിന്റെ മുമ്പിൽ. ആ ഒരു ഫോട്ടോയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ ആ വാർത്തയിൽ. അപ്പൊ അത് എടുത്ത് അവരടിച്ചു. ആലോചിച്ച് നോക്കി, ഒരാളുടെ റെപ്യൂട്ടേഷനെ വരെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ? ജയകൃഷ്ണൻ എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് എത്തിപ്പെട്ടത്? വണ്ടി ഭ്രാന്തനാണോ? അല്ല, ഞാനൊരു വണ്ടി ഭ്രാന്തനല്ല, ഞാനൊരു ബിസിനസ് ഭ്രാന്തൻ മാത്രമാണ്. ബിസിനസ് എന്ന് പറയുമ്പം നമുക്കൊരു സമൂഹത്തിലൊരു വാല്യൂ കൂടുതലുണ്ടെന്നൊക്കെയുള്ള ഒരു തോന്നലൊക്കെ ആയിരിക്കാം നമ്മൾക്കും ബിസിനസ് ചെയ്യണമെന്ന് തോന്നാൻ കാര്യം. പണ്ട് ബിസിനസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും കല്യാണ മാർക്കറ്റിൽ വേണ്ട, എനിക്കറിയത്തില്ല. ഇപ്പോഴും പല ആൾക്കാർക്ക് സർക്കാർ ജോലി മതി, ബാങ്ക് ജോലി മതി, പിന്നെ IT ഒക്കെ ഇപ്പോൾ കുഴപ്പമില്ലാതെ കയറി വരുന്നുണ്ട്. താനെന്താ ജോലിക്ക് പോകാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിങ്ങനെ ബിസിനസ്സൊക്കെ ആണെന്ന് പറഞ്ഞ് സിമ്പിളാണല്ലോ കാര്യം, അച്ഛനമ്മയുടെ ചിലവിൽ കഴിഞ്ഞാൽ മതിയല്ല. എന്താണ് സെറാമിക് കോട്ടിംഗ് എന്ന് പറയുന്നത്? കാരണം എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും, എനിക്കുള്ളൊരു ഡൗട്ടാണ്. എനിക്കിപ്പോഴും അറിയത്തില്ല എന്തോ ഈ സാധനം എന്നുള്ളത്. സെറാമിക് കോട്ടിംഗ് എന്ന് പറഞ്ഞൊരു ഹാർഡ് ഷെല്ലാണ്, പക്ഷേ ഇതൊരു എലാസ്റ്റോമെറിക് ആണ്. മോളിക്കുലാർ ലെവലിൽ ഇത് റീഅറേഞ്ച് ആവും ഹീറ്റ് ആവുമ്പോൾ. ഓക്കെ, കെമിസ്ട്രി ഒക്കെ പറയുന്നു. യെസ്, പ്രീമിയം കാർ എടുക്കുന്ന ആൾക്കാരാണോ ഈ കൂടുതലും സെറാമിക് കോട്ടിങ്ങും ബാക്കി പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? അങ്ങനെ ഒരു ചിന്താഗതി ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. പറഞ്ഞ നമ്മളാണല്ലോ കേരളത്തിൽ ഫസ്റ്റ് ഈ സെറാമിക് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. അന്ന് വേറെ, പിന്നെ അതിന് ശേഷമാണ് ബാക്കി ബ്രാൻഡ്സും ഒക്കെ വരുന്നതൊക്കെ. ഇനി ഇതൊന്നും ഇല്ലാത്ത ഒരു പുതിയ വണ്ടിയാണെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചെയ്യണം. നമ്മുടെ ഹൈവേയുടെ നിർമ്മാണം നിങ്ങൾക്കൊക്കെ ഒത്തിരി ബിസിനസ് വരുന്നുണ്ടല്ലേ? പിന്നെ വണ്ടി റിപ്പയർ കൂടുന്നു, വണ്ടിയുടെ മേലെ കല്ലും മണ്ണും ഒക്കെ വന്ന് വീഴുമ്പോൾ ഡാമേജ് ആവും, കോൺക്രീറ്റ് എന്റെ വണ്ടി തന്നെ ഒരു 4-5 പ്രാവശ്യം കോൺക്രീറ്റ് വീണായിരുന്നു. അരൂര് തന്നെയാണ് ഞാൻ ബാക്കിയൊന്നും പറ്റാത്തത്. നമസ്കാരം, ചാറ്റ് വിത്ത് ഭക്തന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ എത്തിയിരിക്കുന്നത് എൻ്റെ സുഹൃത്ത് തന്നെയാണ്, ജയകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആലപ്പുഴ അരൂർ സ്വദേശിയാണ്. ആലപ്പുഴ അരൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ എറണാകുളംകാർ തന്നെയല്ലേ? അരൂരുകാർ എപ്പോഴും എറണാകുളം എന്ന് പറയാനാണ് താല്പര്യം. അതെ, അങ്ങനെ ഒരു ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ല. അത് പാലത്തിന്റെ അപ്പുറം ആയതുകൊണ്ട് ഞങ്ങൾക്ക് എറണാകുളം മതി, ഞങ്ങൾ ആലപ്പുഴയാണ്. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ദൂരം പോലെയാ. കാര്യം ഞങ്ങൾക്ക് പൊതുവെ ഈ അടുത്ത് എറണാകുളമാണല്ലോ, എല്ലാ കാര്യത്തിനും എറണാകുളത്തോട്ടാണ് വരുന്നത്. അതെ, ഒരു പാലത്തിന് അപ്പുറം ഇപ്പുറം ഉള്ള അതിർത്തിയിൽ കിടക്കുന്ന ആളുകളാണ് അരൂരുകാർ. എന്തായാലും ഈ റോഡ് പണിയൊക്കെ കഴിയുന്നതോടുകൂടി പെട്ടെന്ന് നമുക്ക് ആലപ്പുഴയും എറണാകുളം എല്ലാം ഓടിയെത്താൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കാം. എന്തായാലും അങ്ങനെ ആ റോഡ് പണിയുടെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാരും കൂടെയാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചേക്കുന്നത്. അരൂരിൽ നിന്നുള്ള ആൾക്കാരാണ്, 40-ലധികം ആൾക്കാരാണ് രക്തസാക്ഷികളായത് അല്ലേ റോഡ് പണിക്ക് വേണ്ടി. അപ്പോൾ ഞങ്ങളൊരു 6-7 വർഷമായിട്ട് പരിചയത്തിലുള്ള ആൾക്കാരാണ്. ജയകൃഷ്ണൻ ആലപ്പുഴയിൽ അരൂരിൽ മാത്രമല്ല, കേരളത്തിൽ പല സ്ഥലങ്ങളിലും കേരളത്തിന് പുറത്തുമൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. ജയകൃഷ്ണൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് വണ്ടികൾ സെറാമിക് കോട്ടിങ് ചെയ്യുക, PPF കോട്ടിങ് ചെയ്യുക, അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ജയകൃഷ്ണൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു വണ്ടിപ്രാന്തനോ അങ്ങനെ സംഭവങ്ങളൊന്നുമല്ല. ഒരു എന്താ പറയുക, ഒരു 2 അധ്യാപകരുടെ മക്കളായിട്ട് വളർന്ന് ഭാവിയിലൊരു എൻജിനീയറോ ഡോക്ടറോ അല്ലെങ്കിൽ ആ രീതിയിൽ വളർന്ന് എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്യേണ്ടിയിരുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷെ സ്വന്തം ആ ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള താല്പര്യത്താൽ ബിസിനസ്സുകാരനായി മാറി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ജയകൃഷ്ണൻ്റെ കുറച്ച് കഥകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത് ഏകദേശം ഒരു 6-7 വർഷം മുമ്പ് നമ്മൾ MG ഹെക്ടർ എടുത്ത സമയത്താണ്. സുഹൃത്ത് NB ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നേക്കുന്ന സമയത്താണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ MG ഹെക്ടർ എടുക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമുക്ക് കേരളത്തിൽ ആദ്യമായിട്ട് MG എന്ന് പറയുന്ന കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഭയങ്കര ഗ്രാൻഡായിട്ട് അതിൻ്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് സെയിൽ നമ്മൾ വണ്ടി എടുക്കുന്നു. വണ്ടി എടുത്തപ്പോഴും വണ്ടി കൊടുത്തപ്പോഴും തെറിവിളി കേട്ട ആളാണ് ഞാൻ. വണ്ടി എടുത്തപ്പോൾ ഞാൻ ചൈനീസ് വണ്ടി എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ എന്നെ തെറി വിളിച്ചു. വണ്ടി കൊടുത്തപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ ജയകൃഷ്ണൻ എനിക്ക് ഒരു ദിവസം മെസ്സേജ് അയക്കുകയാണ്, വണ്ടി സെറാമിക് കോട്ടിങ് ചെയ്യണ്ടേ, നമുക്ക് പുതിയ വണ്ടിക്ക് എടുത്തതല്ലേ, സെറാമിക് കോട്ടിങ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ആക്ച്വലി ആദ്യമായിട്ട് സംസാരിക്കുന്നത്. ബാക്കി ജയകൃഷ്ണൻ തന്നെ പറഞ്ഞു. അതെ, അപ്പം ഞാൻ ആക്ച്വലി സുഹൃത്തിനെ വിളിച്ചായിരുന്നു. കാര്യം അതൊരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അറിയാലോ, അപ്പോൾ ആ NB ട്രിപ്പ് കഴിഞ്ഞ് അത്രയും സുഹൃത്ത് നല്ല രീതിയിൽ കത്തി നിൽക്കുന്നൊരു ടൈമാണ്. അപ്പോൾ പിന്നെ മാത്രമല്ല പുതിയ കാറ് എടുത്തൊരു കാർ ഓണറും കൂടിയാണ്. ആ സമയത്താണല്ലോ ഇതെല്ലാം ചെയ്യണത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി സുഹൃത്തിനെ മെസ്സേജ് ചെയ്യണം. അപ്പോൾ സുഹൃത്ത് എന്നോട് പറഞ്ഞത് ഓൾറെഡി എനിക്ക് കുറേ പേര്
ഇതേ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി പേര് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ സുജിത്ത് എനിക്ക് പിന്നെ ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുജിത്ത് ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ട്, കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് സെറാമിക് കോട്ടിങ് ചെയ്യുന്ന ആരാണ് നിങ്ങൾ പറയുന്നുള്ള രീതിയിൽ ഫോളോവേഴ്സിനോട് ചോദിച്ച പോലെയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എന്തോ ഭാഗ്യത്തിന് നമുക്കാണ് കൂടുതൽ കമൻറ്റ്സ്. ഞാനപ്പോൾ അതിനെന്താ ചെയ്തതെന്ന് വെച്ചാൽ കൂടുതൽ എൻ്റെ കസ്റ്റമേഴ്സിനെയൊക്കെ കുത്തിരുന്ന് ഞാൻ വിളിച്ചു. അതാണ് ഒരു ബിസിനസ്സുകാരൻ്റെ എല്ലാവരും പോയിട്ട് സുജിത്തിന്റെ താഴെ എൻ്റെ കമ്പനിയുടെ പേര് കമന്റ് ചെയ്യും. അല്ല, അവർ കമന്റ് ചെയ്യണമെങ്കിൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. തീർച്ചയായിട്ടും അവരൊക്കെ നമ്മളൊരു ഫാമിലി മെമ്പേഴ്സ് പോലെ തന്നെയാണ് എല്ലാ മിക്ക കസ്റ്റമേഴ്സും നമ്മൾ. അപ്പോൾ അവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് അവരും അവരുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു തോന്നുന്നു. അത്യാവശ്യം എനിക്ക് തോന്നുന്നു കൂടുതൽ അത് കണ്ടിട്ടാണ് സുജിത്ത് വിളിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്ന് നമ്മളങ്ങനെ ചെയ്തായിരുന്നു. അങ്ങനെ പിന്നെ സുജിത്ത് എന്നെ വിളിച്ചു. ഓക്കെ, ജയകൃഷ്ണനാണ് തിരഞ്ഞെടുക്കപ്പെട്ട ആള്. അപ്പോൾ അങ്ങനെ സുജിത്ത് ഒരു ദിവസം വരുന്നു. അങ്ങനെ നമുക്ക് ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ആ വീഡിയോ അന്ന് ഭയങ്കര അത്യാവശ്യം എനിക്ക് ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. സുജിത്തിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അതെ, കാര്യം എനിക്കത് ഭയങ്കര ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാര്യം ഈ വീഡിയോ ഇടണത് സുജിത്ത് എന്നോട് പറഞ്ഞില്ലായിരുന്നു, ഇന്ന ദിവസം ഇടൂ എന്നുള്ളത്. നമ്മൾ ഷൂട്ട് ചെയ്ത് പോയി, നമ്മൾ പിന്നെ അങ്ങനെ അറിഞ്ഞില്ലായിരുന്നു ഇന്ന ദിവസം. അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ തുരുതുരാ കോളുകൾ വന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അടുത്തൊരു 2-3 ദിവസത്തേക്ക് നമുക്ക് ഫോൺ വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ആണ്. അന്ന് ഞാൻ തന്നെയായിരുന്നു, നമ്മൾ ഒറ്റയാൾ പട്ടാളമായിരുന്നല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കോൾസൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ഞാനാണ്. അപ്പോൾ അന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് കോൾസ് വന്ന് പിറ്റേ ദിവസം തന്നെ 2 കാറുകൾ ബുക്കിംഗ് എടുത്ത് ആൾക്കാർ വണ്ടി കൊണ്ടുവന്നിട്ട്. അപ്പോൾ മാത്രമല്ല നമുക്ക് അതിൻ്റെ അകത്തൊരു ഷിഫ്റ്റ് ഉണ്ടായി. അതായത് പൊതുവെ ആൾക്കാർ ഈ സെറാമിക് കോട്ടിംഗ് എന്നൊക്കെ ഒരു പ്രീമിയം കാർക്ക് മാത്രം പറ്റിയൊരു പരിപാടി എന്നുള്ള രീതിയിൽ മാത്രം ഉണ്ടായിരുന്നത് മാറി എല്ലാവർക്കും ചെയ്യാം എന്നുള്ളൊരു സോണറ്റ് സെൽറ്റോസ് ഉള്ള ആൾക്കാരും ഒക്കെ നമ്മൾക്ക് വന്നു തുടങ്ങി. ഹാരിയർ അങ്ങനെയുള്ള കസ്റ്റമേഴ്സും ഒക്കെ നമുക്ക്. അപ്പോൾ അതിന് മുമ്പ് പണ്ട് ശരിക്കും പ്രീമിയം കാർ എടുക്കുന്ന ആൾക്കാരാണോ ഈ കൂടുതലും സെറാമിക് കോട്ടിങ്ങും ബാക്കി പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? അങ്ങനെ ഒരു ചിന്താഗതി ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറ്റാനായിട്ട് കാര്യം ഇപ്പം ഈവൻ ഞങ്ങൾ അരൂര് ഈ ഷോപ്പ് തുടങ്ങി. നമുക്കും തെറ്റുണ്ട് കുറേ. ഭാഗ്യത്തിന് ഈ പറഞ്ഞ തുടക്കം നമുക്ക് അങ്ങനെ കുറേ പ്രീമിയം കാറൊക്കെ ചെയ്യാൻ പറ്റിയായിരുന്നു നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ റെഫറൻസ് വഴി. അപ്പോൾ പൊതുവേ ആൾക്കാർ അരൂക്കാർ പോലും വിചാരിച്ചിരുന്നത് ഇതൊരു ഭയങ്കര പ്രീമിയം കാറിന്റെ സെയിൽസോ അങ്ങനെ എന്തൊക്കെയോ ആണെന്നാണ് പലരും നമ്മളോട് ചോദിക്കുക അല്ലെങ്കിൽ വന്ന് കാണുന്നത്. ആ സമയത്ത് സെറാമിക് കോട്ടിംഗ് അല്ലെ PPF എന്നൊക്കെ പറയുന്നത് അത്ര കോമൺ അല്ല, അത്ര ജനകീയമല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണ്. കോമ്പറ്റീഷൻ കുറവാണ്. കോമ്പറ്റീഷൻ കൂടുമ്പോഴാണല്ലോ ഇത് അഫോർഡബിൾ ആവുന്നത്. അന്ന് ഈ പറഞ്ഞ പോലെ നമ്മളാണല്ലോ കേരളത്തിൽ ഫസ്റ്റ് ഈ സെറാമിക് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. അന്ന് വേറെ പിന്നെ അതിന് ശേഷമാണ് ബാക്കി ബ്രാൻഡ്സും ഒക്കെ വരുന്നതൊക്കെ. നമ്മളാണ് പൊതുവേ ആൾക്കാരെ പറഞ്ഞ് ഈ സെറാമിക് ഉണ്ട്, വാക്സ് അല്ല, സെറാമിക് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ട്, അതിന് ഇങ്ങനെയുള്ള മെച്ചങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആൾക്കാരെ അറിയിക്കുക എന്നും കൂടിയായിരുന്നു അന്നത്തെ ഉദ്ദേശം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ. അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ്സിലൊരു ടേക്ക് ഓഫ് ആയിരുന്നു. എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ വണ്ടി പ്രാന്തനാണോ? അല്ല, ഞാനൊരു വണ്ടി പ്രാന്തനല്ല, ഞാനൊരു ബിസിനസ് പ്രാന്തൻ മാത്രമാണ്. വണ്ടി പ്രാന്തനല്ലാത്ത ആൾക്കാർക്കും ബിസിനസ് ചെയ്യാമെന്നുള്ളത്, കാരണം വണ്ടി ബിസിനസ് ചെയ്യാമെന്നുള്ളത് തെളിയിക്കുക. കാരണം വണ്ടി ബിസിനസ് ചെയ്യാനായിട്ട് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യാനുള്ള കഴിവും പിന്നെ വണ്ടിയോടുള്ള അറിവും. പിന്നെ വണ്ടി പ്രാന്തനാണോ നിർബന്ധമൊന്നുമില്ല. എല്ലാ വണ്ടി പ്രാന്തന്മാരും ഒരു സക്സസ്ഫുൾ ബിസിനസ്സുകാരനായിന്ന് വരില്ല. തീർച്ചയായിട്ടും ഈ സെഗ്മെന്റിൽ. അതെ, പ്രത്യേകിച്ച് ഈ സെഗ്മെന്റിൽ. ഓക്കെ, എങ്ങനെയാണ് ജയേഷണം ബിസിനസ്സിലേക്ക് വരുന്നത്? ഞാൻ എൻ്റെ പാരൻസ് രണ്ടുപേരും ടീച്ചേഴ്സാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് നമ്മളുടെയൊക്കെ എനിക്ക് തോന്നുന്നു സുജിത്തിനുമൊക്കെ ഏകദേശം അറിയാൻ പറ്റും ആ ഒരു സമയത്ത് ഡോക്ടറുടെ മക്കൾ ഡോക്ടർ ആവണം. അതെ, അത് മാത്രമല്ല ഡോക്ടർ എഞ്ചിനീയർ എന്ന് പറയുന്നതായിരുന്നല്ലോ അപ്പോഴത്തെ ഹൈലൈറ്റ് സംഭവം. അത് അങ്ങനെ 2 പ്രൊഫഷൻ മാത്രമായിരുന്നു നമുക്ക് അറിയാവുന്നത്. പാരൻസ് ആണെങ്കിലും എൻ്റെ ഡാഡി ലെക്ചറായിരുന്നതുകൊണ്ട് തന്നെ അവരുടെ ടീച്ചറിൻ്റെ അവരുടെ കുറേ കൊളീഗ്സിൻ്റെ മക്കളൊക്കെ NIT പഠിക്കുക, IIT പഠിക്കുകയൊക്കെ ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെയും ഈ പറഞ്ഞ പോലെ ഞാനും PC തോമസിൻ്റെ അവിടെ പഠിച്ചിട്ട് എഞ്ചിനീയറിംഗ് കോച്ചിങ്ങൊക്കെ ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ കുസാറ്റിലാണ് എഞ്ചിനീയറിംഗ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് നമ്മളും വന്നത്. പക്ഷേ എനിക്ക് ബിസിനസ് ഒരു പാഷൻ ഉണ്ടായിരുന്നു. അതിന് റീസൺ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ചെറുപ്പകാലം തൊട്ട് എനിക്ക് കിട്ടിയൊരു അനുഭവമാണ്. കാര്യം ഇപ്പോൾ എൻ്റെ മമ്മിയുടെ ചേച്ചിയുടെ ഭർത്താവ് ഒരു ബിസിനസ്സുകാരനായിരുന്നു. അപ്പോൾ ഈ മമ്മിയുടെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക അവരുടെ മക്കൾക്ക് കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻസ് പലപ്പോഴും ഒരു ലെക്ചറായ ഡാഡി എൻ്റെ കിട്ടാത്തൊരു വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അവരെന്നെക്കാട്ടിലും എൽഡർ ആയിരുന്നു. പക്ഷേ അപ്പോൾ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും എനിക്കും ഒരു ബിസിനസ് എന്ന് പറയുമ്പം
ഓക്കെ നമുക്കൊരു സമൂഹത്തിലൊരു വാല്യൂ കൂടുതലുണ്ടെന്നൊക്കെയുള്ള ഒരു തോന്നലൊക്കെ ആയിരിക്കാം നമ്മൾക്കും ബിസിനസ് ചെയ്യണമെന്ന് തോന്നാൻ കാര്യം. പക്ഷേ ബിസിനസ്സുകാർക്ക് കല്യാണ മാർക്കറ്റിൽ ഒരു സമയത്ത് വൻ ഇടിവായിരുന്നു. അതെ ഇപ്പോഴും ബിസിനസ്സുകാരെന്നൊക്കെ പറഞ്ഞാൽ ഓക്കെയാണ്, പക്ഷേ ഇപ്പൊ കുറച്ചുകൂടെ മാറി. പണ്ട് ബിസിനസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും കല്യാണ മാർക്കറ്റിൽ വേണ്ട. എനിക്കറിയത്തില്ല, ഇപ്പോഴും പല ആൾക്കാർക്ക് സർക്കാർ ജോലി മതി, ബാങ്ക് ജോലി മതി. പിന്നെ IT ഒക്കെ ഇപ്പോൾ കുഴപ്പമില്ലാതെ കയറി വരുന്നുണ്ട്. ഞാനൊക്കെ കല്യാണം കഴിക്കുമ്പോൾ യൂട്യൂബർ എന്നൊക്കെ പറയുമ്പോൾ അറിയത്ത് പോലും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ പിന്നെ അതൊന്നും പ്രശ്നമില്ല. ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട്. കാരണം ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെ കല്യാണം കഴിക്കുന്നു ഇപ്പൊ. അങ്ങനെയുണ്ട്. അല്ല, എനിക്കും ഈ പറഞ്ഞ പോലെ കല്യാണ സമയത്തും ഒക്കെ ഈ ബിസിനസ്സുകാരെന്ന് പറയുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ ഇപ്പോഴത്തെ അമ്മായച്ചൻ പുള്ളിക്ക് ഒരു ബിസിനസ്സുകാരനെ കൊണ്ട് മകളെ കെട്ടിക്കണം എന്നായിരുന്നു. പുള്ളി അത് തിരിച്ചറിഞ്ഞ ആളാണ്. അതിപ്പോഴും വൈഫാണെങ്കിലും പറയും, ഇപ്പോൾ അച്ഛനാണെങ്കിലും പറയും, അതായത് ഒരു ബിസിനസ്സുകാരനെ കെട്ടിയോണ്ട് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാറുണ്ട് ഫാമിലി ആയിട്ടൊക്കെ കുറേയൊക്കെ. നമുക്കൊരു നമ്മൾ ഫ്ലെക്സിബിൾ അല്ലേ. അതെ. അപ്പം അതൊരു ഭയങ്കര ഭാഗ്യമാണ്. ഇപ്പോൾ ഒരു ജോലിക്ക് പോയിരുന്ന ഒരാൾക്കാണെങ്കിൽ ചിലപ്പം അത് പറ്റില്ലായിരുന്നു. ഒരു 9 to 6 ജോബിന് പോകുന്ന ഒരാൾക്ക് അങ്ങനെ പറ്റില്ല. എനിക്ക് ഓൾറെഡി ബിസിനസ് നമ്മൾ കുറേയൊക്കെ ഡെലിഗേറ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്യണതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം ഫ്രീഡവും കാര്യങ്ങളൊക്കെ ബിസിനസ്സുകാരനായതുകൊണ്ട് കിട്ടി. അതിൻ്റെ ഗുണങ്ങൾ അവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഒരു വണ്ടി ഭ്രാന്തം പോലും അല്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും സെറാമിക് കോട്ടിങ് ചെയ്യാമെന്നുള്ളൊരു ബിസിനസ്സിലേക്ക് വരുന്നത്? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഞാൻ ഈ ഒരു MBA കഴിഞ്ഞിട്ട് ഞങ്ങളൊരു എഡ്ടെക് സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഭയങ്കര ടഫായിരുന്നു. ഒരു വലിയ കോസ്റ്റ് ഉണ്ട്, സമയം എടുക്കുമായിരുന്നു. ആദ്യം ഒരു ആപ്പും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അത് അന്ന് എനിക്കത് അത്രയും കാശൊന്നും ലിവറേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അപ്പോൾ അന്ന് നമുക്കത് അതിൻ്റെ കുറച്ച് നാൾ അതിൻ്റെ പുറകെ കിടന്ന് കുറേ സമയം കളഞ്ഞ്. അപ്പോൾ ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും കൂടിയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ്, അവർ IT പ്രൊഫഷണലായിരുന്നു. പുള്ളിക്കാരി പച്ചയ്ക്ക് പറഞ്ഞ്, താനെന്താ ജോലിക്ക് പോകാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ബിസിനസ്സൊക്കെ ആയിട്ട്. ബിസിനസ്സൊക്കെ ആണെന്ന് പറഞ്ഞ് സിമ്പിളാണല്ലോ കാര്യം, അച്ഛനമ്മയുടെ ചിലവിൽ കഴിഞ്ഞാൽ മതിയല്ല. അത്ര തറയായിട്ട് നമ്മളെ ആ രീതിയിൽ പറഞ്ഞു. അത് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചെറിയൊരു ജോലിക്ക് കയറിയായിരുന്നു അന്ന് മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് സർവീസസിൽ നമ്മളൊരു ജോലിക്ക് കയറി. ആ ജോലിക്ക് കയറി അവിടെ ഞങ്ങൾ ഈ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആയിട്ട് ഫ്ലാറ്റുകളിൽ പോകുമായിരുന്നു. അപ്പോൾ അവിടെ ഈ ഫ്ലാറ്റുകളിലുള്ള ആൾക്കാർ നേരിടുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വാഷ് ചെയ്യാൻ പറ്റില്ല. കാര്യം വാട്ടർ സ്പില്ലേജ് പറ്റില്ല ഫ്ലാറ്റുകളിൽ. അപ്പോൾ വാഷ് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ അവരെപ്പോഴും പറയും അങ്ങനത്തെ ഒരു സംഭവം കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്റ്റീം വാഷ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. അപ്പോൾ വാട്ടറിൻ്റെ സ്പില്ലേജ് ഉണ്ടാവില്ല. അപ്പോൾ അത് കൊണ്ടുവരാമെന്ന് ഓർത്ത് ഞാൻ അതിൻ്റെ പുറകെ നോക്കി നടന്ന്. അപ്പോൾ അന്ന് ഈ മെഷീന് 4 ലക്ഷം 5 ലക്ഷം രൂപയാണ്. പിന്നെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു 1.5 മാസമെങ്കിലും എടുക്കും ഇത് സർവീസ് ചെയ്ത് വരാൻ. അപ്പം ഞാൻ ആലോചിച്ച് അത് പക്ഷേ വൈബിളല്ല. പിന്നെ മാത്രമല്ല, നമ്മളവിടെ പ്രൈസ് കോമ്പീറ്റ് ചെയ്യേണ്ടത് അവിടെ ബംഗാളിയായിട്ടാണ്. അവിടുത്തെ വാഷ് ചെയ്യണ ബംഗാളിയായിട്ടായിരിക്കും നമുക്ക് പ്രൈസ് കോമ്പീറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അതൊട്ടും വൈബിളല്ലാന്ന് തോന്നി. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഈ കാർ അഴുക്കായാലാണല്ലോ വാഷ് ചെയ്യേണ്ട ആവശ്യം, കാർ അഴുക്കാകാതിരിക്കാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്നുള്ള രീതിയിലാണ് നമ്മൾ സെറാമിക് കോട്ടിങ്ങിലോട്ട് എത്തണത്. എത്ര വർഷം മുമ്പ് പറഞ്ഞത്? ഒരു 12 years ആയി. 2 വർഷം. അരൂരാണ് ആദ്യം തുടങ്ങിയത്? അതെ, അരൂര് നമ്മൾ ശരിക്കും ആദ്യം തുടങ്ങിയത് ഒരു നാനോ കാറിലാണ്. അപ്പോൾ ഞാൻ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഒരു നാനോ കാറിൽ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും കൂട്ടുകാരുടെ അടുത്തൊക്കെ പോയി ഒക്കെ ചെയ്ത് തുടങ്ങിയത്. ഞാൻ സ്വന്തമായിട്ട് ചെയ്യുമായിരുന്നു. നിങ്ങൾ പറയണം, അത് ശരിയാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ പണി പഠിച്ചാലല്ലേ നമുക്ക് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഞാൻ ആദ്യത്തെ കുറേ വണ്ടികളൊക്കെ ഞാൻ തന്നെ പേഴ്സണലി പോയി പോളിഷ് ചെയ്യും. അപ്പോൾ അന്ന് ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂടെ കൊണ്ടുപോകും. അപ്പോൾ അവൻ എനിക്കിതൊക്കെ പിടിച്ചു തരും. റൂഫൊക്കെ അടിക്കുമ്പോൾ അവൻ താഴ്ത്തുന്ന സാധനങ്ങൾ എടുത്തു തരും. അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം പിന്നെ ഇപ്പം എവിടെയൊക്കെ ഉണ്ട്? ഇപ്പം അരൂർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം ഇപ്പം എവിടെയൊക്കെ ഉണ്ട്? ഫ്രാഞ്ചൈസീസ് ഉണ്ട്. ഇപ്പം നമുക്ക് മലപ്പുറം, മംഗലാപുരം, ട്രിവാൻഡ്രം, കോയമ്പത്തൂർ, അങ്ങനെ 4 ഫ്രാഞ്ചൈസികളുണ്ട് നമുക്ക്. കൂടാതെ കൊച്ചിയിലുള്ള നമ്മുടെ ഔട്ട്ലെറ്റും ഉണ്ട്. എന്താണ് സെറാമിക് കോട്ടിംഗ് എന്ന് പറയുന്നത്? കാരണം എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും. എനിക്കുള്ളൊരു ഡൗട്ടാണ്. എനിക്കിപ്പോഴും അറിയത്തില്ല എന്തോ ഈ സാധനം എന്നുള്ളത്. എന്താണ് സെറാമിക് കോട്ടിംഗ്? ശരിക്കും പലതും പറയുന്നുണ്ട്. ഇതിനകത്ത് വലിയൊരു സ്കാം നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് പല തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് അറിയുന്നില്ലല്ലോ ഇതെന്താണ്. ഇതിപ്പോൾ വണ്ടി കുട്ടപ്പനാക്കി എന്താണ് ഇതിൻ്റെ മേലെ തേക്കുന്നത്, തേച്ചുകൊണ്ട് എന്താകണം, ഇത് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് എന്തിനാണ് സെറാമിക് കോട്ടിങ്, എന്താണ് സെറാമിക് കോട്ടിങ്, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്?
അതായത് മെയിൻലി ഈ സെറാമിക് കോട്ടിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നപ്പം ഡീറ്റെയിലിങ്ങിൽ കുറേ മാറ്റങ്ങൾ വന്ന്. പണ്ട് നോർമൽ വാക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോറൂമിലാണെങ്കിലും ഒരു സ്ഥാപനത്തിലാണെങ്കിലും ഒരു വൂൾ പാഡ് വെച്ചിട്ട് അങ്ങോട്ട് പോളിഷ് ചെയ്യുക, എന്നിട്ട് വാക്സ് അപ്ലൈ ചെയ്യുക എന്നുള്ള സംഭവമായിരുന്നു. പക്ഷേ സെറാമിക് കോട്ടിംഗ് വന്നപ്പം അതിൻ്റെ വന്നൊരു ബെനിഫിറ്റ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഡീറ്റെയിലിംഗ് കുറച്ചും കൂടി പ്രൊഫഷണലായി. ഫോം പാഡ്സ് ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ എന്ന് വെച്ചാൽ ആവശ്യത്തിന് മാത്രം പെയിൻറ്റ് കട്ട് ചെയ്യുക എന്നുള്ള രീതിയിലായി. അൾട്ടിമേറ്റ്ലി പോളിഷിംഗ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റ് റിമൂവ് ചെയ്യൽ തന്നെയാണ്. അപ്പോൾ പക്ഷേ ഇത് ഈ സമയത്ത് സെറാമിക് കുറച്ച് ഡീറ്റെയിലിംഗ് പ്രൊഫഷണൽ ആയപ്പോൾ ഫോം പാഡ്സ് ഉപയോഗിച്ച് തുടങ്ങി. ആവശ്യത്തിന് മാത്രം പെയിൻറ്റ് കട്ട് ചെയ്യുക. അപ്പോൾ പെയിൻറ്റ് തിക്നെസ് ഒരുപാട് കുറയാതെ ഡീറ്റെയിൽ ചെയ്ത് എടുക്കുക, വണ്ടി നല്ല ഫിനിഷിൽ എടുക്കുക എന്നുള്ള രീതിയിലായി. പിന്നെ ഈ സെറാമിക് കോട്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു കെമിക്കൽ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കോട്ടിങ്ങാണ്. പണ്ട് വാക്സ് എന്ന് പറയുന്നത് നമ്മൾ വാക്സ് ചെയ്ത് വാഷ് ചെയ്താൽ വാക്സ് പോവും, പക്ഷെ ഇതങ്ങനെ പോവില്ല. അപ്പോൾ സെറാമിക് കോട്ടിങ് ഭയങ്കര നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. എന്താണ് ഇതിൻ്റെ ശരിക്കുള്ള പ്രോഡക്റ്റ് വരുന്നത്? അതിതൊരു SiO2 ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതായത് SiO2 പ്ലസ് ഒരു സോൾവെൻ്റാണ് വരിക ഇത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണത് 95% SiO2 കണ്ടൻ്റ് ഉള്ളതാണ്. പൊതുവേ ഒരു 60 to 70% ആണ് മാർക്കറ്റിൽ ഉണ്ടാവുക. പല ബ്രാൻഡുകളിൽ അവൈലബിൾ അല്ലേ ഇപ്പോൾ? ഉണ്ട്. അല്ലേ? അതെ അതെ. നിങ്ങൾ എന്ത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്? അല്ല, ഞങ്ങൾ ആക്ച്വലി ഡയറക്റ്റ് മാനുഫാക്ചേഴ്സിൻ്റെ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. നിങ്ങളുടെ ഓൺ ബ്രാൻഡാണ്. അതെ അതെ. ഞങ്ങൾ R&D ചെയ്ത് നമ്മൾക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് അവർ മാനുഫാക്ചർ ചെയ്ത്. ശരിക്കും എന്താണ് ഈ സെറാമിക് കോട്ടിങ്ങിൻ്റെ പ്രോസസ്സ്? എങ്ങനെയാണ് നിങ്ങളൊരു വണ്ടി കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മൾ ഫസ്റ്റ് നമ്മൾ വണ്ടി ഫുള്ള് വാഷ് ചെയ്യും, ഡീറ്റെയിലിംഗ് ചെയ്യും. അതായത് എഡ്ജസ് ഒക്കെ ക്ലീൻ ചെയ്ത് അത് ഈ ലൂസായിട്ടുള്ള ഡേർട്ട്സും കാര്യങ്ങളും ഒക്കെ റിമൂവ് ചെയ്യും. അതിനുശേഷം നമ്മൾ ക്ലേ ചെയ്യും. ക്ലേ ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയിൽ കുറേ പെയിൻറ്റിൽ ഇൻസേർട്ടഡ് ആയിട്ടുള്ള കുറച്ച് ഇതുണ്ടാവും, പിന്നെ ഓവർ സ്പ്രേ ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ ക്ലേ ചെയ്യും. അപ്പോൾ ഒന്ന് സിൽക്കി സ്മൂത്ത് ആവും വണ്ടി ഫുള്ള്. അതിനുശേഷം പിന്നെ വരുന്നത് ഈ സ്ക്രാച്ചസ് ഒക്കെയാണ്. സ്വേൾ മാർക്സ്, സ്ക്രാച്ചസ്, മൈക്രോ സ്ക്രാച്ചസ്. അപ്പോൾ ഇതിന് പല രീതിയിലുള്ള പോളിഷിങ് ഉണ്ടാവും, പല രീതിയിലുള്ള പാഡ് ഉപയോഗിക്കും. അത് ചിലപ്പോൾ 2, 3, 4 സ്റ്റെപ്സ് ഉണ്ടാവും. ഇപ്പം വളരെ മോശമായിട്ട് ഓക്സിഡൈസ് ചെയ്ത വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെറ്റ് സാൻഡിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് ശേഷം വണ്ടി പിന്നെയും വാഷ് ചെയ്ത് പിന്നെ ഈ കോമ്പൗണ്ട്സൊക്കെ അതിൻ്റെ കോമ്പൗണ്ട്സ് ഫുള്ള് നമ്മൾ ക്ലിയർ കോട്ടിൽ നിന്ന് റിമൂവ് ചെയ്യണം, എന്നാലേ സെറാമിക് കോട്ടിങ് പ്രോപ്പറായിട്ട് ഇതിൽ പിടിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ IPA എന്ന് പറയുന്ന സൊല്യൂഷൻ വെച്ച് വണ്ടി ഫുള്ള് വാഷ് ചെയ്യും. അതിന് ശേഷം നമ്മൾ സെറാമിക് കോട്ടിങ് അപ്ലൈ ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ പാഡിൽ ഇത് അപ്ലൈ ചെയ്ത് ഫുൾ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളത് അതിൻ്റെ സോൾവെൻറ്റ്, അതിൻ്റെ എക്സ്ട്രാ വരുന്ന റെസിഡ്യൂ നമ്മൾ തുടച്ചെടുക്കും മൈക്രോ ഫൈബർ കൊണ്ട്. ഇനി ഇതൊന്നും ഇല്ലാത്ത ഒരു പുതിയ വണ്ടിയാണെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചെയ്യണം. കാര്യം ഇത് ചെയ്യണോ വേണ്ട എന്നുള്ളത് ഒരു വണ്ടീനോട് താല്പര്യമുള്ളവരാണ്, ഓപ്ഷണലാണ്. അതെ, താല്പര്യമുള്ളവരാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ സുജിത്ത് തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും. അതായത് നമ്മളിത് ചെയ്യാത്തൊരു വണ്ടി, ഇപ്പോൾ ഒരു വൈറ്റ് കാറാണെന്ന് വിചാരിച്ചോ, ആ ഒരു ചെയ്യാത്തൊരു കാറ് ഒരു 6 മാസം കഴിയുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡ് കയറി വരാറുണ്ട്. അത് എക്സ്റ്റേണൽ ലെയർ ഓക്സിഡൈസ് ചെയ്യണതാണ്. പക്ഷെ ഇങ്ങനെ ഈ സെറാമിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഓക്സിഡേഷനും കാര്യങ്ങളൊന്നും വരില്ല. അതാണത് അതിൻ്റെ ഒരു ഗുണം, അതാണ്. പിന്നെ ഇത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല, ഞങ്ങളിത് എല്ലാവർക്കും സെല്ല് ചെയ്യാറുമില്ല. അങ്ങനെ ആവശ്യമുള്ളവർക്ക് മാത്രമാണ് നമ്മളിത് സെല്ല് ചെയ്യണം. അവർക്ക് എൻ്റെ വണ്ടി അങ്ങനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കണം എന്ന് ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ അതിനൊരു പ്രയോറിറ്റി കൊടുക്കുന്നവർ മാത്രമാണ് നമ്മളുടെ കസ്റ്റമേഴ്സ്. മനസ്സിലായി. നമ്മളിത് തേക്കുന്നത് ഒരു സൊല്യൂഷൻ ആണല്ലോ. അതെ അതെ. ഒരു സൊല്യൂഷൻ നിങ്ങൾ അതിൽ റബ്ബ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കഴുകി കളയുമ്പോൾ പോവില്ലേ? അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലൈഫ് ഉണ്ടാവില്ലേ? ഉണ്ട്, ലൈഫ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കോട്ടിങ് ഒരു 75 to 80 വാഷ് വരെയൊക്കെ ലാസ്റ്റ് ചെയ്യും. നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ പറയണത്. നമ്മൾ ഒരു വണ്ടിയിൽ അപ്ലൈ ചെയ്ത് ഒരു 80 പ്രാവശ്യം വണ്ടി വാഷ് ചെയ്തിട്ടും പിന്നെയും ഇതിൻ്റെ ഹൈഡ്രോഫോബിക് എഫക്ട്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളത് പറയുന്നത്. അൾട്ടിമേറ്റ്ലി നമ്മൾ അങ്ങനെ പെർ വാഷാണ് നമ്മളെപ്പോഴും പറയുന്നത്. കാര്യം ഇതൊരു അബറേഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കോട്ടിംഗ് അല്ല സെറാമിക് എന്ന് പറയുന്നത്. ഉരച്ച് കളഞ്ഞാൽ പോണ സംഭവമാണ്. നമ്മളത് വെച്ചിട്ടാണ് പറയണത്. ഓക്കെ. ഞാനിപ്പോൾ ഒരു വണ്ടി നമ്മൾ ഫസ്റ്റ് സെറ്റ് ഓഫ് സെറാമിക് കോട്ടിങ് ചെയ്തു. അപ്പോൾ ഇതിന് ശേഷം വീണ്ടും ടോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കണോ? അല്ല, അത് ഐഡിയലി ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പം ഇയർലി റീകോഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളിപ്പം നമ്മൾ മാറ്റി, നമ്മൾ അതിന് പകരം 2 year സെറാമിക്കാണ് നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം വണ്ടി പോളിഷ് ചെയ്യേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പക്ഷെ അപ്പോൾ അവിടെ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കസ്റ്റമറിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചൊരു ശ്രദ്ധ വേണം. നമ്മളിപ്പോൾ ഒരു BMW കാറ് 50 അല്ലെങ്കിൽ 50 ലക്ഷം അല്ലെങ്കിൽ 1 കോടി രൂപ എടുത്തു എന്നും പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളതല്ല. എനിക്ക് തോന്നുന്നു 10 ലക്ഷം രൂപയ്ക്ക് മേടിക്കുന്ന കാറിനെക്കാട്ടിലും സൂക്ഷിച്ച് വേണം
ഈ 1 കോടി രൂപയുടെ വണ്ടി ഉപയോഗിക്കാനായിട്ട്. പക്ഷെ അതുകൊണ്ടുള്ള കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് സെറാമിക് കോട്ടിംഗ് ആണെങ്കിൽ ഇതിലെന്ത് ചെയ്താലും ഒരു സർവീസ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കുക. കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് വാഷ് ചെയ്യണ സമയത്ത് ഇത് അവിടെ വെള്ളം ഇരുന്ന് ഡ്രൈ ആകാതെ നോക്കുക. കാര്യം വാട്ടർ സ്പോട്സ് വരാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ശ്രദ്ധകൾ മാത്രം മതി. പക്ഷേ കസ്റ്റമറിന് മെയിൻ്റെനൻസ് ഭയങ്കര എളുപ്പമായിരിക്കും. കാര്യം ഇതിലൊരു ഹൈഡ്രോഫോബിക് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ വാഷ് ചെയ്യാൻ എളുപ്പമാണ്. വണ്ടി വാഷ് ചെയ്ത് നമ്മളൊന്ന് ഡ്രൈ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ ആ ഡ്രൈ ആവും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ തുടയ്ക്കണം. ഒരുപാട് തുടച്ചാൽ മാത്രമാണ് ആ വെറ്റ്നെസ് പോവുക. അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിനകത്ത്. ഈ ഒരുപാടിട്ട് ഉരയ്ക്കുമ്പോൾ സ്വേൾ മാർക്സ് വരും. ഇതിൽ അതൊന്നും വരാത്ത രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ശരി. ഈ സെറാമിക് കോട്ടിങ് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് മറ്റേ PPF അല്ലേ? അതെ അതെ. എന്താണ് PPF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് ചെയ്യുന്നത്? PPF എന്ന് പറയുന്നത് ഒരു പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിം എന്ന് പറയും. അതായത് ഫിലിമാണോ? അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ മൊബൈലിലെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കൂലേ, അതുപോലെ വണ്ടിയുടെ പെയിന്റിന്റെ മുകളിൽ ഒട്ടിക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു സംഭവം ഒട്ടിക്കും നിങ്ങൾ? ഒരു ഫിലിം ഒട്ടിക്കും? അതെ അതെ. വണ്ടി ഫുൾ ഒട്ടിക്കുമോ? അതെ, ഫുൾ ഒട്ടിക്കും. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? അതായത് വണ്ടിയിൽ സ്ക്രാച്ചസ് വരാതിരിക്കാനായിട്ട്. ശരി. ഒരു കാര്യം ഇത് ഒന്ന് വണ്ടിയിൽ സ്ക്രാച്ചസ് വരാതിരിക്കാൻ കുറച്ചും കൂടി ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് സെറാമിക്കിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ. സെറാമിക്കിൽ സ്ക്രാച്ചസ് വരുമായിരുന്നു. ഇതാവുമ്പോൾ നമുക്ക് പെയിന്റിലോട്ട് സ്ക്രാച്ച് ആവില്ല. മൈനർ സ്ക്രാച്ചസ്. അതെ, പിന്നെ മൈനർ സ്ക്രാച്ചസ് ഒക്കെ ഈ സ്വേൾ മാർക്സ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഫുള്ള് ഹീലായി പോവും. സെൽഫ് ഹീലാവും. ഇതിനൊരു എലാസ്റ്റോമെറിക് പ്രോപ്പർട്ടി ഉണ്ട് ഇതിന്. സെറാമിക് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഹാർഡ് ഷെല്ലാണ്. പക്ഷെ ഇതൊരു എലാസ്റ്റോമെറിക് ആണ്. അത് മോളിക്കുലാർ ലെവലിൽ ഇത് റീഅറേഞ്ച് ആവും ഹീറ്റ് ആവുമ്പോൾ. കെമിസ്ട്രി ഒക്കെ പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എഞ്ചിനീയറിംഗിന് പോയതുകൊണ്ട് ഗുണമുണ്ടല്ലേ. അപ്പോൾ അത് ഹീലാവും, റീഅറേഞ്ച് ആയിട്ട് ഹീലാവും, ആ സ്ക്രാച്ച് കാണാതെ ആവും. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ PPFന്റെ പ്രോസസ്സും ഇതുപോലെ തന്നെയാണോ? PPFന്റെ ആ പോളിഷിംഗ് വരെയുള്ള IPA വരെയുള്ള പ്രോസസ്സ് സെയിം ആണ്. എന്നിട്ട് അതിനുശേഷം സെറാമിക് വേണമെങ്കിൽ സെറാമിക് ചെയ്യാം, അല്ലെങ്കിൽ PPF ചെയ്യാം. അങ്ങനെയാണ്. നിങ്ങൾ പണ്ട് PPFനെതിരായിരുന്നല്ലോ. നിങ്ങൾ PPF ചെയ്യാറില്ല. സിംഗിൾ PPF ചെയ്യരുത്, സെറാമിക്ക ചെയ്യാമെന്ന് പറഞ്ഞു നടന്ന ആളല്ലേ. ഇപ്പൊ നിങ്ങൾ PPF ബിസിനസ് തുടങ്ങി. അതെന്താ അതിന്റെ പിന്നിലെ സംഭവം? അതായത് വേറൊന്നുമല്ല. കാര്യം പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ PPF എന്ന് പറഞ്ഞൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു സംഭവമല്ല. ലോജിക്കലി എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം 2 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പം ഒരിക്കലും നമുക്കൊരു കസ്റ്റമറുടെ ഒക്കെ ഒരു വയബിൾ സൊല്യൂഷനായിട്ട് പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. PPF ഞങ്ങൾ കൊടുക്കുന്നത് ഭയങ്കര അഫോർഡബിൾ റേറ്റ്സിലാണ്. 85,000 രൂപയ്ക്ക് വേണമെങ്കിൽ സുജിത്തിൻ്റെ വണ്ടി നമുക്ക് PPF ചെയ്യാം. അപ്പോൾ അതൊരു അഫോർഡബിൾ റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം 5 വർഷത്തേക്ക് പക്ക സെക്യൂർഡായിട്ട് വണ്ടി കൊണ്ടുനടക്കാം. പിന്നെ വണ്ടിയിലോട്ട് സ്ക്രാച്ച് ആവില്ല. അത് കൂടാതെ ഞങ്ങളിപ്പോൾ അതും കൂടി പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്ത് ഞങ്ങൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ PPF പ്രൊട്ടക്ഷൻ പ്ലാൻ ഉണ്ട്. ഒരു ഇൻഷുറൻസ് കൺസെപ്റ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്ക്രാച്ചായി PPF കീറിപ്പോയി, അത് നമ്മൾ ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ PPF നല്ലൊരു സംഭവം. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ PPF പ്രൊമോട്ട് ചെയ്യുന്നു. ഓക്കെ. അത് ഈ സെറാമിക് കോട്ടിങ് ചെയ്യുമ്പോഴും ഇല്ലേ, ഇപ്പോൾ വണ്ടി എന്തെങ്കിലും ഡാമേജ് ആയി എനിക്ക് എന്തെങ്കിലും ബോഡി വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ ചെയ്തു തരുമോ? ഇത് സെറാമിക് കോട്ടിങ് പോകില്ലേ, അപ്പോൾ അവിടെ ചെയ്തു തരുമോ? പിന്നെ ആ ഒരു എക്സ്ട്രാ വർക്ക് ചെയ്തു തരുമോ? ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ആ പോർഷനിൽ നമ്മൾ റീപെയിൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആ പോർഷൻ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എന്ത് കോസ്റ്റ് വരുന്നുണ്ട് അപ്രോക്സിമേറ്റ് ഈ സെറാമിക്കിനും PPFനും ഒക്കെ? സെറാമിക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 2 ഇയർ ആ ഒരു പാക്കേജ് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അത് വരുമ്പോൾ ഒരു 21,000 ഒക്കെയാണ് വരുന്നത്. മറ്റേതെന്ന് പറയുമ്പോൾ ഒരു 65,000 to 85,000 വരിക, വണ്ടിയുടെ സൈസ് അനുസരിച്ച് PPF. ഓക്കെ. ശരിക്കും ഏത് കളർ വണ്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് റെക്കമെൻഡബിൾ ആയിട്ടുള്ളത്? ഡാർക്ക് കളർ കാറാണ്. ഡാർക്ക് കളേഴ്സ്. പൊതുവെ ഞങ്ങൾ വൈറ്റ് കളർ കാറിന് അങ്ങനെ ചെയ്യൽ കുറവാണ്. ഞാനും അതുകൊണ്ടാണ് ഞാൻ ഫോർച്യൂണർ എടുത്തപ്പോഴത്തേക്കും പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോൾ ഇത്രയും പേയ്മെൻറ്റ് കൊടുത്ത് നമ്മൾ സെറാമിക് കോട്ടിങ് ചെയ്യുന്നു, PPF ചെയ്യുന്നു. അപ്പോൾ എന്നാൽ പിന്നെ ഒരു കളർ ഫെയ്ഡ് ആവുകയാണെങ്കിൽ ഒരു 3-4 വർഷം കഴിഞ്ഞ് കളർ ഫെയ്ഡ് ആവുകയാണെങ്കിൽ അത് വണ്ടി ഫുള്ള് റീപെയിൻറ്റ് ചെയ്യിച്ചാൽ പോരെ? ചേട്ടാ അത് മതി. പക്ഷെ വേറൊരു കാര്യമുണ്ട് അതിനകത്ത്. നമ്മൾ കൊണ്ടുനടക്കുമ്പോൾ വണ്ടി വൃത്തി അതാണ് കൺസെപ്റ്റ്. ചില ഇപ്പം എൻ്റെ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ താഴെ നിങ്ങൾ കണ്ടാൽ അറിയാം, കഴുകിയിട്ടൊരു 2 ആഴ്ച ആയിട്ടുണ്ടാവും. കാരണം ഒന്ന് അരൂര് വരെ പോയിട്ട് വന്നാൽ മതി. നിങ്ങൾക്കറിയാം അവസ്ഥ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അങ്ങോട്ട് പോകേണ്ടി വരും. ഭാര്യയോട് തുറവൂര. ഞാൻ തുറവൂര് വരെ പോയിട്ട് വന്നാൽ പിന്നെ വണ്ടി കഴുകാതെ എനിക്ക് വേറെ എവിടെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല.
അപ്പൊ ഞാൻ ഡെയിലി പോകുമ്പോ ഡെയിലി കൊണ്ട് കഴുകാൻ പറ്റുമോ? അല്ല, പക്ഷെ ഞാൻ സുജിത്ത് ഇപ്പൊ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളെ കാണാൻ പോവാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ വണ്ടി കഴുകിയിട്ട് കൊണ്ടുപോകും. തീർച്ചയായിട്ടും കാർ എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് നമ്മുടെ ഒരു സെക്കൻഡ് ഹോം തന്നെയാണ്. നമ്മൾ വീട് എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കുന്നു അതുപോലെ തന്നെ കാറുകളും വൃത്തിയായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും നമ്മുടെ ഹൈവേയുടെ നിർമ്മാണം നിങ്ങൾക്കൊക്കെ ഒത്തിരി ബിസിനസ് വരുന്നുണ്ടല്ലേ? ഇല്ല, അങ്ങനെയല്ല. നിങ്ങൾക്ക് കാർ വാഷിംഗ് കമ്പനികൾക്ക് പിന്നെ കാർ വാഷ് ഇല്ല ഇല്ല അല്ല പറയുക, കാർ വാഷിംഗ് കമ്പനികൾക്ക് ബിസിനസ് കൂടുന്നു. പിന്നെ വണ്ടി റിപ്പയർ കൂടുന്നു. വണ്ടിയുടെ മേലെ കല്ലും മണ്ണും ഒക്കെ വന്ന് വീഴുമ്പോൾ ഡാമേജ് ആവുന്നു. കോൺക്രീറ്റ് ഓ അല്ല, അത് ഭയങ്കര. എന്റെ വണ്ടിയിൽ തന്നെ ഒരു 4-5 പ്രാവശ്യം കോൺക്രീറ്റ് വീണായിരുന്നു. അരൂര് തന്നെയാണല്ലോ ഞാൻ. ബാക്കിയൊന്നും പറ്റാത്തത്. ഞാൻ ആ വഴിക്ക് നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നേരെ വണ്ടി ഓടിച്ച് കുമ്പളത്തുകൊണ്ട് എൻ്റെ പിള്ളേരെ വിളിച്ചു പറയും, എല്ലാം തുറന്നിട്ട് അതേ സിമെൻ്റായിട്ട് ഞാൻ പറ്റിട്ട് പറയും, നേരെ വാഷ് ചെയ്ത് റിമൂവ് ചെയ്യുക. അങ്ങനെയാണ്. അതൊരു പ്രശ്നം തന്നെയാണ്. കാര്യം അത് ശരിക്കും പറഞ്ഞാലേ ഞാനും പലപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമുണ്ട്. അത് കാര്യം ശരിക്കും ഒരു നാഷണൽ വേസ്റ്റാണ്. ടോട്ടലായിട്ട് നമ്മളൊരു എക്കണോമി എടുത്ത് നോക്കുമ്പോൾ തന്നെ എത്രയോ ബിസിനസ്സുകാരുടെ കച്ചവടം പോയി. ആ കച്ചവടം കുറയുന്നതനുസരിച്ച് അവരടയ്ക്കുന്ന ടാക്സ് കുറഞ്ഞ്, പെട്രോള് എല്ലാം ഒരു വേസ്റ്റ് ആണല്ലോ ശരിക്കും പറയുമ്പോൾ. എനിക്ക് തോന്നുന്നു ഈ മെട്രോ കുറേ കൂടിയൊക്കെ നല്ല രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. മെട്രോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കുറച്ചുകൂടെ സേഫ്റ്റി കൊടുക്കുന്നുണ്ട്. റോഡൊക്കെ അത്യാവശ്യം നമ്മൾ റോഡിന്റെ മോശം കൊണ്ട് നമുക്ക് ഒരിക്കലും കിടക്കേണ്ടി വരാറില്ല. പക്ഷെ അരൂർ അങ്ങനെയല്ല. റോഡ് മോശമായതുകൊണ്ടാണ് പലപ്പോഴും റോഡ് മോശം. റോഡ് താഴെ ടാർ ചെയ്തിട്ടില്ല. അത് ടാർ ചെയ്തിട്ട് ആ വണ്ടി സ്പീഡിൽ അത്യാവശ്യം പൊക്കോളും. നമുക്ക് അറ്റ്ലീസ്റ്റ് മേളിൽ നിന്ന് എന്തെങ്കിലും വീഴുകയാണെങ്കിൽ കാല് ആക്സിലേറ്റർ സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് നമുക്ക് നോക്കിപ്പോവാം. ഇത് താഴെയും പോകാൻ പറ്റത്തില്ല. അതിന് മേലെ നോക്കണം, താഴെ നോക്കണം. താഴെ കുഴിയാണ്, മേളിൽ വല്ല വീഴുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ വേണം അവിടെ വണ്ടി ഓടിക്കാൻ. അല്ല, ഞങ്ങൾ പൊതുവെ ഇപ്പോൾ ഫാമിലി ആയിട്ട് വരുമ്പം ഞങ്ങൾ ആദ്യമേ കടയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് അരൂര് ഭാഗത്തോട്ട് പോകാറുള്ളൂ. കാര്യം പറയാൻ പറ്റില്ല, അപ്പോൾ 1 മണിക്കൂർ ചിലപ്പോൾ കിടക്കേണ്ടിയൊക്കെ വരും. ഇത് സുരക്ഷാ മാനദണ്ഡങ്ങളിൽ പാലിക്കുന്നില്ല എന്നുള്ളതിൻ്റെ പ്രശ്നങ്ങളാണ് ശരിക്കും. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് വളരെ അപൂർവം സ്ഥാപനങ്ങളാണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ധാരാളം സ്ഥാപനങ്ങളുണ്ട്, ഒത്തിരി. കാരണം ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും കുറേ ആളുകൾ വരും. കുറേ ആളുകൾ വരുന്നത് എല്ലാവർക്കും നല്ലതാണ്. കാരണം അങ്ങനെ ഒരു ബിസിനസ് സാധ്യതയുണ്ടെന്ന് കൂടുതൽ ആളുകൾ മനസ്സിലാക്കുകയും എല്ലാവർക്കും നല്ല രീതിയിൽ ബിസിനസ് വരികയും ചെയ്യും. എന്നാലും അതിനകത്തും ഈ പറഞ്ഞ പോലെ കുറച്ച് സുതാര്യതയില്ലാത്ത പ്രശ്നങ്ങൾ, പറ്റിക്കുന്ന പ്രശ്നങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. എന്താണ് ശരിക്കും ഇപ്പോൾ ഞാനൊരു സെറാമിക് കോട്ടിങ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു സ്ഥാപനത്തെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ മെയിൻലി ഒരു ക്രെഡിബിൾ ആയിട്ടുള്ളൊരു കമ്പനി, ഒരു ഫേം ആവണം. കാര്യം നമ്മളിതെല്ലാം ഇപ്പോൾ PPF ആയിക്കോട്ടെ, സെറാമിക് ആയിക്കോട്ടെ, ഒരു 3 വർഷം 5 വർഷം എന്നൊക്കെ പറഞ്ഞുള്ള പാക്കേജസ് ആണല്ലോ കൂടുതലുള്ളത്. ഈ 5 വർഷം ഈ സ്ഥാപനം ഉണ്ടോ എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇതിനൊക്കെ ഒരു പ്രൈസ് കൊടുക്കണം, എന്നാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിനെക്കാട്ടിലും കുറഞ്ഞ പ്രൈസ് കിട്ടുമ്പം എന്തോ പ്രശ്നമുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. അതായത് ഇപ്പോൾ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഇപ്പം മൊബൈൽ മറ്റേ ആപ്പിൾ 7000 രൂപയ്ക്ക് കിട്ടും എന്ന് പറയുന്ന പോലെ 7000 രൂപയ്ക്ക് ആരെങ്കിലും സെറാമിക് കോട്ടിങ് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ എവിടെയോ എന്തോ ഒരു പോരായ്മയുണ്ട്. ഒന്നില്ലെങ്കിൽ പുള്ളി അത് കൈ നഷ്ടം വരുത്തിക്കൊണ്ടായിരിക്കാം ചെയ്യണത്. കാര്യം ചിലപ്പോൾ അങ്ങനെയും ചെയ്യാറുണ്ട്. കാര്യം അവർക്ക് ഇനിഷ്യൽ ബിസിനസ് പിടിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കൈ നഷ്ടം വരുത്തിക്കൊണ്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്തോ ആ ക്വാളിറ്റിയിലോ എന്തിലോ ഒരു പോരായ്മ ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു റേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു എന്താണ് യൂഷ്വലി ഇൻഡസ്ട്രി റേറ്റ്? എപ്പോഴും ഒരു മിനിമം റേറ്റ് ആൻഡ് മാക്സിമം റേറ്റ് ഒരു 15,000 ഒക്കെയാണ് സെറാമിക് കോട്ടിങ്ങിനൊക്കെ വരുന്നത്. 15,000 മുതൽ ചെറിയ വണ്ടിക്ക് ഒരു 12 to മുകളിലോട്ട് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഒരു വൺ ടൈം അതെ. PPF ഞങ്ങൾക്ക് ഇത്രയും കോസ്റ്റ് കുറച്ച് ഞങ്ങൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടല്ല. ഞാൻ പറഞ്ഞത് നമ്മൾ കുറച്ചും കൂടി വലിയൊരു വിഷൻ വെച്ചിട്ടാണ് ഇപ്പോൾ മൂവ് ചെയ്യണത്. ഞങ്ങൾ എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും വീടിൻ്റെ അടുത്ത് നമ്മുടെ ഒരു സെൻറ്റർ വരുന്ന എന്നുള്ളൊരു ഫോക്കസിലാണ് നമ്മളിപ്പോൾ മൂവ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബൾക്കായിട്ടുള്ള പ്രൊഡക്റ്റ് പർച്ചേസും കാര്യങ്ങളും ഞങ്ങൾക്ക് ഇത്രയും ഫ്രാഞ്ചൈസീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രൈസിൽ ചെയ്യാൻ പറ്റണത്. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി അഗ്രസീവായിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മാർജിൻസൊക്കെ കുറച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഒരിക്കലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാതെ നമുക്ക് എടുത്തു നോക്കി അറിയാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്യണ കസ്റ്റമേഴ്സിൻ്റെ ഒരുപാട് റിവ്യൂസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ. റിവ്യൂയുടെ കാര്യം പറയുമ്പോഴാണ് പൃഥ്വിരാജായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്?
അതും ഈ പറയണ പോലെ ഒരു ഭാഗ്യമാണ്. അത് പൃഥ്വിരാജിന്റെ ബന്ധം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഭൂട്ടാൻ വാഹന കേസ് വന്നില്ലേ, ഭൂട്ടാൻ വാഹന കേസ് വന്നപ്പോഴത്തേക്കിനും TV-യിൽ വാർത്ത ഞാൻ നോക്കിയപ്പോൾ ജയകൃഷ്ണന്റെ പടം, ജയകൃഷ്ണനും പൃഥ്വിരാജും കൂടെ നിൽക്കുന്ന പടം, അതും ഡിഫൻഡറിന്റെ മുമ്പിൽ. ഇതെന്താ സംഭവം? ജയകൃഷ്ണന് കൂട്ടുപ്രതിയായോ? ജയകൃഷ്ണന് നിങ്ങൾക്കും ഉണ്ടായിരുന്നോ മറ്റേ ഭൂട്ടാൻ വാഹനക്കടത്തിൽ നിങ്ങളും അംഗമായിരുന്നോ? എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞങ്ങൾ ആ വണ്ടി നമ്മളാണ് ഫുള്ള് റെസ്റ്റോറേഷൻ ഒക്കെ ചെയ്തത്. റെസ്റ്റോറേഷൻ ചെയ്ത് ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്ത് സെറാമിക് ഒക്കെ ചെയ്തിട്ട് ഡെലിവറി കൊടുക്കുക. അതായത് പൃഥ്വിരാജ് വാങ്ങിച്ചു എന്ന് പറയുന്ന ആ വണ്ടി, ആ വിവാദത്തിലായ വണ്ടി. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ പുള്ളിക്ക് ഡെലിവറി കൊടുക്കുന്ന ഒരു ഫോട്ടോ ആണ് നിർഭാഗ്യവശാൽ ഇവര് ഇന്റർനെറ്റിൽ തപ്പിയപ്പോൾ പുള്ളി വിചാരിച്ചു നിങ്ങള് ഡെലിവറി അല്ല, പുള്ളിക്ക് ആരോ ഡെലിവറി കൊടുത്തത് നിങ്ങളാണ് കൊടുത്തതെന്ന് വിചാരിച്ചാണ്. അതെ അങ്ങനെയാണ് വന്നത്. അപ്പൊ അങ്ങനെ അവരെടുത്ത് ഭയങ്കര ഹൈപ്പാണല്ലോ കാര്യം. ആ ഒരു പോസ്റ്റിന്, ആ ഒരു ഫോട്ടോയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ ആ വാർത്തയിൽ. അപ്പൊ അത് എടുത്ത് അവരടിച്ചു. ആലോചിച്ച് നോക്കി, ഒരാളുടെ റെപ്യൂട്ടേഷനെ വരെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ നിങ്ങളെ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ. ഒരു ഫോട്ടോ എടുത്തിട്ട് അങ്ങ് കാശുമ്പോഴത്തേക്കിനും ഒരാളുടെ റെപ്യൂട്ടേഷൻ എത്രത്തോളം ബാധിക്കും. നമ്മളിങ്ങനെ നമുക്കൊരു ഇൻസ്റ്റൻസ് വരുമ്പോഴേ നമ്മളും പലതും ആലോചിക്കണം. ഇതുപോലെ എത്രയോ പേർക്ക് പറ്റാറുണ്ടെന്നുള്ളത്. പിന്നെ തീർച്ചയായും. എന്നിട്ട് അപ്പോൾ അത് ഞങ്ങൾ പൃഥ്വിരാജിനെ പരിചയപ്പെടുന്നത് ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആക്ച്വലി ഈ ജെയിംസ് ആൻഡ് ആലീസ് എന്ന് പറഞ്ഞൊരു മൂവി, അതിൻ്റെ പ്രൊഡ്യൂസർ ഉണ്ട് കൃഷ്ണൻ സേതുകുമാർ. ഉണ്ട എന്നൊക്കെ പറഞ്ഞ മൂവി പുള്ളിയെ പ്രൊഡ്യൂസ് ചെയ്തത്. പുള്ളിയുടെ ഒരു Q3 ആണെന്ന് തോന്നുന്നു, Q3 ഡീറ്റെയിലിംഗ് ചെയ്യാനായിട്ട് നമുക്കിങ്ങനെ കോള് വന്ന് ഞാൻ സംസാരിച്ച് പുള്ളി നമുക്ക് തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി വിളിച്ചിട്ട് പറയണം, അയ്യോ ജേഷൻ എനിക്ക് തരാൻ പറ്റില്ല, വേറൊന്നുമല്ല പൃഥ്വിരാജ് പറഞ്ഞ് വേറൊരു സ്ഥലത്ത് കൊടുക്കണം. അപ്പോൾ അന്ന് എനിക്ക് കണക്ഷൻ ഒന്നുമില്ല, അപ്പോൾ അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ ശേഷം ഒന്നും വിചാരിക്കരുത്. അപ്പോൾ പുള്ളിയായിട്ട് നമുക്കൊരു സംസാരിച്ചൊരു റിലേഷൻ ആയിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇനി ഞാൻ വേറെ റെഫറൻസുകൾ തരാം, അപ്പോൾ ഇതിങ്ങനെ കൊടുക്കേണ്ടി വരും. പുള്ളി പറയുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കിട്ടിയില്ല ആ വണ്ടി ചെയ്യാൻ. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ച് പൃഥ്വിരാജ് എൻ്റെ കസ്റ്റമർ ആകണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു ഓട്ടോമൊബൈൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ വഴി അവൻ്റെ ഏതോ ബന്ധങ്ങളൊക്കെ വഴി ഞാൻ പൃഥ്വിരാജിൻ്റെ നമ്പർ ഒപ്പിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ പൃഥ്വിരാജിന് വാട്സാപ്പ് ചെയ്യുമായിരുന്നു നമ്മളുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ, നമ്മൾ ചെയ്യണ വീഡിയോസും വർക്കും കാര്യങ്ങളൊക്കെ. ബ്ലോക്ക് ചെയ്തില്ലേ? ബ്ലോക്ക് ചെയ്തില്ല, പക്ഷെ എനിക്കറിയില്ല, പക്ഷെ ബ്ലോക്കൊന്നും ചെയ്തില്ല. പക്ഷെ പുള്ളി തന്നെയായിരുന്നു മാനേജ് ചെയ്യണതും. പുള്ളി അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പുള്ളി ഡയറക്റ്റാണ് ഡീൽ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ മെസ്സേജസ് അയച്ച് ഒരു 3-4 മാസം, എനിക്ക് തോന്നുന്നു 3-4 മാസത്തോളം ഞാനിങ്ങനെ ഇടയ്ക്ക് മെസ്സേജ് ശല്യപ്പെടുത്താത്ത രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളി എനിക്കിങ്ങനെ ഒരു മെസ്സേജ് അയച്ചു, കം ആൻഡ് മീറ്റ് മീ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ എസ്രയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ പുള്ളീനെ പോയി കണ്ട്, ലേമർഡിയനിൽ വെച്ച് കണ്ട്. പുള്ളി എന്നോട് പറഞ്ഞ് ഓക്കെ ഞാൻ എൻ്റെ ഒരു വണ്ടി തരാം, നിങ്ങൾ അത് നോക്കിയിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ട്. എന്നിട്ട് പുള്ളി നമ്മൾ ഫ്രീലാൻഡറാണ് ചെയ്തത്. ഫ്രീലാൻഡർ ചെയ്തു. അതിനുശേഷം പുള്ളിയുടെ ഫ്ലാറ്റിൽ വിളിച്ചിട്ട് പുള്ളി പറഞ്ഞു ഇനി തൊട്ട് എല്ലാ വണ്ടികളും നിങ്ങൾ ചെയ്തോന്ന് പറഞ്ഞിട്ട് ആ റിലേഷൻഷിപ്പ് ഇപ്പോഴും പോകുന്നുണ്ട്. പുള്ളി നമുക്ക് ഈവൻ ഒരു വീഡിയോ ടെസ്റ്റിമോണിയൽ തന്നായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഭാഗ്യം പോലെയാണ്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന വീഡിയോ ലക്ഷങ്ങളോ കോടികളോ അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു കോടികൾ കൊടുത്താലും പുള്ളിനെ പോലത്തെ ഒരാൾ അങ്ങനെ ചെയ്യാറില്ല. പുള്ളി അത്രയും പരസ്യം പോലെ തന്നെയല്ലേ? അതെ 100% ഭയങ്കര ലക്കായിരുന്നു. അത് കാൽഗരി എന്ന് പറഞ്ഞ ബ്രാൻഡിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് ഇപ്പോഴും നമ്മൾ നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ കടയിൽ പുള്ളിയുടെ G-Wagon കിടക്കുന്നുണ്ട് PPF ചെയ്യാൻ വേണ്ടി. അങ്ങനെ കുറച്ച് ഭാഗ്യങ്ങൾ നമുക്ക് ഈ ബിസിനസ്സിൽ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാത്തരം ആളുകളെയും പരിചയപ്പെടാൻ പറ്റുമല്ലോ. അതായത് എല്ലാ ടൈപ്പ് വണ്ടികളും ചെയ്യുന്നതുകൊണ്ട് സമൂഹത്തിൻ്റെ പല മേഖലകളിലുള്ള പലതരത്തിലുള്ള ആളുകളെ പരിചയപ്പെടാനും ബന്ധം സ്ഥാപിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ടാവും അല്ലേ? അത് ശരിക്കും ബിസിനസ്സുകാർക്ക് ഉള്ളൊരു ഗുണമാണ്. അതെ അതൊരു ഭയങ്കര ഭാഗ്യമാണ്. കാര്യം ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ്സിൽ വന്നതുകൊണ്ട് വേറെ കുറേ ഭാഗ്യങ്ങളുണ്ട്. അതായത് ഞാൻ ഈ ബിസിനസ് തുടങ്ങി ഫസ്റ്റ് ഇനോഗ്രേഷൻ്റെ സമയത്തൊരു അക്കോഡ് V6 നമ്മൾ ചെയ്തായിരുന്നു. ആ കസ്റ്റമറിൻ്റെ വീട്ടിൽ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞ ശേഷം ഫ്രണ്ടിൽ കാറ് കിടപ്പുണ്ട്, പോയി എടുത്തോളാൻ പറഞ്ഞു. എന്നോട് കീ തന്നു. ആ സമയത്ത് എനിക്കത് എടുക്കാൻ പറ്റില്ല, കാര്യം അതൊരു ഓട്ടോമാറ്റിക് കാറായിരുന്നു. അന്ന് എനിക്ക് ഓട്ടോമാറ്റിക് കാർ ഓടിക്കാൻ അറിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് വരുമ്പോൾ നമ്മൾ പൃഥ്വിരാജിൻ്റെ ലംബോർഗിനി വരെയും നമുക്ക് ഓടിക്കാൻ പറ്റി.
അതായത് വണ്ടിയെപ്പറ്റി യാതൊരു ധാരണ ഇല്ലാത്ത ഒരാളായിരുന്നു വണ്ടി കച്ചവടം തുടങ്ങിയത് അല്ലേ? 100%. കാര്യം അപ്പം അന്ന് പക്ഷെ ഞാൻ അന്ന് ചിന്തിക്കുകയാണ്, ഞാനിപ്പോൾ ഇത് വേറെ രീതിയിൽ പറയുകയാണ്. കാര്യം ഒന്നൊരു റെസ്ട്രിക്ഷൻ അല്ല എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി. ഇപ്പം ഞാൻ അന്ന് ചിന്തിക്കുകയായിരുന്നു, അയ്യോ എനിക്ക് വണ്ടികളെ പറ്റിയ അല്ലെങ്കിൽ ഈ വണ്ടി ഓടിക്കാൻ ഇപ്പോൾ ഓട്ടോമാറ്റിക് കാർ ഓടിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ആണല്ലോ പലർക്കും പലതും ചെയ്യാനായിട്ട് സ്റ്റോപ്പ് ചെയ്യണത്. ഇതൊന്നും ഒരു ഫാക്ടർ അല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പിന്നീട് നമ്മൾ പല കസ്റ്റമേഴ്സ് വിളിച്ച് പറയുന്നത്, വലിയ പ്രീമിയം കാറുകൾ, റാംഗ്ലർ അതുപോലുള്ള വലിയ കാറുകൾ കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് പറയുന്നത് ജയകൃഷ്ണൻ തന്നെ വന്ന് എടുക്കണം, മറ്റേ സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുക്കരുത് എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാം. വണ്ടി ഓടിക്കുന്നു അല്ല, വണ്ടി നമ്മളിപ്പോഴും നന്നായിട്ട് ഓടിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ഞാൻ ആലോചിക്കുകയാണ്. അപ്പോൾ അത് നമ്മളൊരു ബിസിനസ്സിൽ വരുന്ന, അപ്പോൾ നമ്മളൊരു ഒന്നും റെസ്ട്രിക്ഷൻ അല്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഞാൻ ചിലപ്പോൾ പലപ്പോഴും ഒരു പുതിയ കാര്യം ആലോചിക്കുമ്പോൾ അത് ശരിയാവും ഇത് ശരിയാവും എന്ന് പലരും ചിന്തിക്കുമല്ല. ഓക്കെ, അപ്പോൾ പണ്ട് ഈ ബിസിനസ് തുടങ്ങുന്നു എന്ന് പറഞ്ഞ സമയത്ത്, അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, MBA കഴിഞ്ഞ് ഞാൻ ബിസിനസ് തുടങ്ങാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും എന്തായിരുന്നു വീട്ടിലുള്ള അച്ഛൻ്റെ അമ്മയുടെയും? വീട്ടുകാർ നല്ല രീതിയിൽ എതിർപ്പാണ്. കാര്യം അവർക്ക് ബിസിനസ് എന്ന് പറയുന്നത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. കാര്യം അവർ എല്ലാവരും ഇങ്ങനെ ജോലി ചെയ്യുന്നു. ഡാഡി ഒന്നാമത് ഗവൺമെൻറ് സർവൻ്റ് ആയിരുന്നു. അപ്പം അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഒരാളെ ബിസിനസ് ചെയ്യാന്ന് പറയണത്. കാര്യം അവർക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു പറയാമോന്നറിയില്ല. കാര്യം ചില കാര്യങ്ങൾ ഈ പറയണ പോലെ നമുക്ക് അനുകൂലമായിട്ട് വരുമെന്ന് പറയുമല്ലോ. ഇപ്പം ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ എൻ്റെ ജാതകം കൊണ്ട് ഒരു ജ്യോത്സ്യനെ കാണിച്ചു. ആ ജ്യോത്സ്യനെ കാണിച്ചതിന് ശേഷം ജ്യോത്സ്യൻ പറഞ്ഞ് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ഇവ ബിസിനസ്സേ ചെയ്യുള്ളൂ. അങ്ങനെയാണ് അൾട്ടിമേറ്റ്ലി ഇവർ. അത് തീർച്ചയായിട്ടും പുള്ളിയാണ്. അപ്പം നമുക്ക് പറയില്ല ഈ ജ്യോത്സ്യമൊക്കെ ചിലർ പറയും അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറയും. പക്ഷെ എനിക്കിത് ഭയങ്കര അനുഗ്രഹമായിട്ടാണ് വന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഫാക്ടറായിരുന്നു എനിക്ക് ഇവർ സമ്മതിക്കാനായിട്ട്. അങ്ങനെയാണ് നമ്മൾ KFC ലോൺ എടുത്ത് ഈ പലിശരഹിത വായ്പയൊക്കെ എടുത്തിട്ടൊക്കെയാണ് നമ്മൾ ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങി. അതെ. ഇപ്പം അച്ഛനൊക്കെ എന്ത് പറയുന്നു? ഇപ്പം അവർ ഹാപ്പിയാണ്. കാര്യം പ്രൗഡാണല്ലോ. കാര്യം നമ്മൾ വിജയിച്ച് കാണിച്ചു. കാര്യം നമ്മളൊരിക്കലും ഒരു മോശമാക്കിയില്ല. നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, നല്ല രീതിയിൽ സക്സസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട്. നല്ലത് തന്നെയാണ്. ഈ ബിസിനസ്സിൻ്റെ ഒരു മെയിൻ പ്രശ്നം ഇത് തന്നെയാണ്. കാരണം പലരും പല ബിസിനസ്സുകളും തുടങ്ങാനുള്ള ആഗ്രഹം കൂടെ തുടങ്ങും, പിന്നെ ഇൻസ്പയർഡായിട്ട് തുടങ്ങും. പക്ഷേ എല്ലാവർക്കും അത് സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. ബിസിനസ് ചെയ്ത് നഷ്ടം ഉണ്ടായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. ബിസിനസ് ചെയ്ത് ഫ്ലോപ്പായി പോയിട്ടുള്ള ആൾക്കാരുണ്ട്, കടം കയറി ആത്മഹത്യയുടെ വക്കി നിൽക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അത് ഈ ബിസിനസ്സിൻ്റെ വലിയൊരു പാഠമാണ്. കാരണം ബിസിനസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വൻ സാധ്യതയാണ്. നമുക്ക് ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ ഒരു ജോലി എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്കൊരു നിശ്ചിത തുക ഒരു മാസം സേഫായിട്ട് കിട്ടും എന്നുള്ളതാണ്, സ്ഥിരതയുള്ള ജോലിയാണെങ്കിൽ. പക്ഷേ ബിസിനസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു, നിങ്ങൾ എത്രത്തോളം സ്മാർട്ടായിരിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വളർത്തിക്കൊണ്ടു പോകാനും അവിടെ ഒരു n നമ്പർ ഓഫ് മണി ഏൺ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നൊരു കാര്യമാണ് ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ് അത് ശരിയാണ്. കാര്യം ഞാൻ പറയാമല്ലോ, പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്സുകാരെന്നുള്ള രീതിയിൽ ഞാൻ എൻജോയ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ടൈം ഫ്രീഡം ആയിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ എനിക്ക് ഈ സെയിൽസ് എനിക്ക് ഭയങ്കര ഒരു പാഷനേറ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സംസാരിച്ച് കസ്റ്റമറായിട്ട് കൺവിൻസ് ചെയ്ത് അയാൾ വണ്ടി കൊണ്ടുവരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിം കളിക്കണ പോലെയാണ് എനിക്ക് തോന്നാറുണ്ട്. അത് വലിയൊരു രസമാണത്. അത് പക്ഷെ എനിക്ക് തോന്നുന്നു, പക്ഷേ ഭൂരിഭാഗം പേരും ഇതിനെ ഒരു ചിട്ടയായിട്ട് അല്ലെങ്കിൽ ഡിസിപ്ലിനോട് കൂടി ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട് ചെയ്യാതെ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബിസിനസ് അടിപൊളി തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ എപ്പോഴും ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. കാര്യം നമുക്ക് ഈ ടൈം ലിവറേജ് കിട്ടുന്ന എപ്പോഴും അങ്ങനെയാണല്ലോ. കാര്യം വേറുള്ളവർ കാര്യം അതൊരു വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ഇതിനകത്ത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഈ ഒരു പണി ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ ഒരു പണി ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര പാടുള്ളൊരു കാര്യമായിട്ടുള്ളത് തോന്നാറുണ്ട്. ശരിയാണ്. അപ്പോൾ അത് ചെയ്യിപ്പിക്കാൻ പറ്റിയ അത് പണി ഒരു 10 പേരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റിയ അവരുടെ ആ ടൈം കൂടി നമുക്ക് കിട്ടിയാണല്ലോ. പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു സംരംഭകനായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും. ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്രയോ നമുക്ക് തന്നെ എത്ര സ്റ്റാഫ്സ് ഉണ്ട്. അപ്പോൾ കൂടാതെ നമ്മുടെ ഫ്രാഞ്ചൈസികളിൽ എത്ര സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇതുകൊണ്ട് ഏൺ ചെയ്യുന്നതാണ്. നിങ്ങളിപ്പോൾ ഫ്രാഞ്ചൈസി ആയിട്ടാണോ കൊടുക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ? ഞങ്ങൾ ഇത്രയും നാളും ഫ്രാഞ്ചൈസീസാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങളൊരു പുതിയ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഫോക്കോ മോഡലിലാണ് ഇനി ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോണത്. അതായത് ഫുൾ സെയിൽസും മാർക്കറ്റിങ്ങും ഓപ്പറേഷൻസും ഒക്കെ ഞങ്ങളായിരിക്കും മാനേജ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ
അതായത് ഒരാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് മാത്രം നമ്മൾ മേടിക്കുക. ഓക്കെ. അപ്പോൾ അവർക്ക് ഒരു 15 to 25 lakhs അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈവൻ ബിൽഡിംഗ് കാണുന്നത് തൊട്ട് എല്ലാം ഞങ്ങളായിരിക്കും മാനേജ് ചെയ്യുക. നമ്മളൊരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇനോഗ്രേഷൻ വരെയുള്ള കാര്യങ്ങൾ അവർ ഇൻവെസ്റ്റ് ചെയ്യണം. ബാക്കി ഫുള്ള് നമ്മളായിരിക്കും ഓപ്പറേഷൻസ് മാനേജ് ചെയ്യണത്. എന്നിട്ട് നമുക്കൊരു ഇതുണ്ട്, ഇത്ര പെർസെൻറ്റേജ് അവർക്ക് കൊടുക്കും, ഇത്ര പെർസെൻറ്റേജ് നമ്മളെടുക്കും. നമ്മൾക്ക് ഫുൾ കൺട്രോൾ ഉണ്ടാവും. അപ്പം ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു മേഖലയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണത്, ഭയങ്കര സ്പെസിഫിക് ആയിട്ട്. ഈവൻ നമ്മളുടെ ബ്രാൻഡിനെ എടുക്കുന്ന പോകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മളുടെ ഒരു കൾച്ചറാണല്ലോ ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്രാൻഡിൽ നിന്ന് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ പോണതിലും ഭയങ്കര ശ്രദ്ധ വേണമെന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ തന്നെ എല്ലാം ചെയ്യാന്നുള്ള രീതിയിൽ ഇൻവെസ്റ്ററായിട്ട് മാത്രം വരാം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കാൽഗറി എന്ന് പറഞ്ഞൊരു 12 വർഷമായിട്ടുള്ള ബ്രാൻഡാണ്. നമുക്കാണെങ്കിൽ ഇപ്പോൾ എവിടെയൊക്കെയുണ്ട് കാൽഗറി? ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ഇപ്പോൾ കൊച്ചിയിലുണ്ട്, അത് കൂടാതെ 4 സ്ഥലങ്ങളിലാണുള്ളത്. മലപ്പുറം, കോയമ്പത്തൂർ, മംഗലാപുരം, ട്രിവാൻഡ്രം. ഇനി ഞങ്ങളല്ലാതെ വേറെ സ്ഥലങ്ങളിലോട്ട് വരാൻ പോവുകയാണ്. ഓൾറെഡി കുറച്ച് പേര് ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആ രീതിയിൽ കുറച്ച് സ്ലോ ആൻഡ് സ്റ്റഡി, അതാണ് ഏറ്റവും നല്ലൊരു പരിപാടി അല്ലേ? അതെ, തീർച്ചയായിട്ടും. പതുക്കെയാണോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ അങ്ങനെ പറയില്ല. സ്ലോ ആൻഡ് സ്റ്റഡിനെക്കാട്ടിലും ഫാസ്റ്റ് ആൻഡ് സ്റ്റഡിയുടെ കാലഘട്ടമായി മാറിയെന്ന് തോന്നുന്നു ഇപ്പോൾ. ആണോ? ഓക്കെ. ആണ്. കാര്യം ഞങ്ങൾ അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പുറത്തുനിന്ന് മേടിക്കുന്നത്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയാണ് ഇൻവെസ്റ്റ്മെന്റ്സ് പുറത്തുനിന്ന് മേടിക്കുന്നത്. അത് പക്ഷേ വെൽ എക്യുപ്ഡ് ആയിരിക്കണം. നമുക്ക് ഇത്രയും 12 വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും ഈ കാൽഗറി എന്ന് പറയുന്നത് കാനഡയിലെ ആൽബർട്ട എന്ന് പറയുന്ന പ്രൊവിൻസിലെ ഒരു സിറ്റിയുടെ പേരാണ്. അതെ. ആ കാൽഗറി എന്ന് പറഞ്ഞൊരു പേര് വരാൻ കാരണം എന്താ, അല്ലെങ്കിൽ തെരഞ്ഞെടുക്കാൻ കാരണം എന്താ? അതായത് നമ്മൾ അന്ന് ഈ പറയുന്ന പോലെ ഒരാൾ പേര് കണ്ടുപിടിക്കാനായിട്ട് വേറെ ആരെയും ഏൽപ്പിക്കാനൊന്നുമില്ല. അതായത് ഗൂഗിൾ മാപ്പ് എടുത്ത് കറക്കി നോക്കി എടുത്ത പേരാണോ? അല്ലല്ല, ഞങ്ങൾ ഇത് സിമ്പിൾ കൺസെപ്റ്റാണ്. അതായത് ഞാൻ ആദ്യം എന്ന് വെച്ചാൽ ഈ ക്ലീനിങ് ആണല്ലോ, നമ്മൾ ക്ലീനായിട്ട് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ ഞാൻ പല സംഭവങ്ങൾ എടുത്ത് നോക്കി, അനിമൽ, ക്ലീനസ്റ്റ് അനിമൽ, അതൊക്കെ ഒന്നും പേര് മാച്ച് ആണില്ലായിരുന്നു. പിന്നീട് നോക്കിയപ്പോൾ ഈ കാൽഗറി എന്ന് പറഞ്ഞ വേൾഡിലെ ക്ലീനസ്റ്റ് സിറ്റിയുടെ പേരാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാൽഗറി എന്നുള്ള പേരിട്ടത്, ക്ലീനസ്റ്റ് സിറ്റി. അപ്പോൾ ഇതുമായിട്ട് മാച്ചുമായി കാൽഗറി എന്ന് പെട്ടെന്ന് അയാൾ കേൾക്കുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ ആണെന്നുള്ളൊരു ഫീലും കിട്ടും. അല്ലെങ്കിലും ഈ സ്ഥലപ്പേരുകൾ വെച്ചിട്ട് കുറേ ബ്രാൻഡുകളുണ്ട്, ധാരാളം ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇപ്പം ലിക്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആൽക്കഹോളിക് ബ്രാൻഡുകൾ, സ്കോച്ച് വിസ്കുകൾ മിക്കതും സ്ഥലപ്പേരുകളാണ്. പലതും ഗ്ലെൻലിവിറ്റ്, ഗ്ലെൻഫിഡിച്ച്, ഗ്ലെൻ മൊറാഞ്ചി എന്നൊക്കെ പറയുന്ന എല്ലാം സ്കോട്ട്ലൻഡിലെ സ്ഥലപ്പേരുകളാണ്. ബൈക്ക് ഉണ്ടല്ലോ. അതെ. പിന്നെ ജപ്പാനിൽ നിന്നുള്ള പല ബ്രാൻഡുകളും സ്ഥലപ്പേരുകളാണ്. ഈവൻ ടൊയോട്ട എന്ന് പറഞ്ഞ സ്ഥലം വരെയുണ്ട്. ഫ്യൂജി സ്ഥലപ്പേരാണ്. ഫ്യൂജി, യാഷിക്ക, പിന്നെ യൊക്കോഹോമ, അങ്ങനെയുള്ള പല സംഭവങ്ങളും ജാപ്പനീസ് പേരുകളെല്ലാം, സമുറായി, ഇതെല്ലാം അവിടുത്തെ സ്ഥലപ്പേരുകളാണ്. ജാപ്പനീസ്, കവാസാക്കി, അതൊക്കെ അവിടുത്തെ സ്ഥലപ്പേരുകളാണ്. സ്ഥലപ്പേരുകൾ മിക്കതും ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ ആക്കി അത് ബ്രാൻഡ് ചെയ്ത് സക്സസ്ഫുൾ ആക്കിയ ചരിത്രം ജപ്പാനുണ്ട്. പല സ്ഥലത്തും ഉണ്ട്. ഇപ്പം നമ്മുടെ എന്താ പറയുക, നമുക്കിവിടെ പീറ്റർ ഇംഗ്ലണ്ട്, പിന്നെ നമ്മുടെ കുറേ ക്ലോത്തിങ് ബ്രാൻഡുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാർക്ക് അവന്യൂ ടൈം സ്ക്വയറിലെ ഒരു സ്ട്രീറ്റിൻ്റെ പേരാണ് പാർക്ക് അവന്യൂ. അപ്പോൾ അങ്ങനെ അതിനകത്ത് പോലും സ്ഥലപ്പേരുകൾ ധാരാളമായിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്ഥലപ്പേരുകൾ കോമൺ ആയിട്ടുള്ളത് നമുക്കറിയാമല്ലോ. ബ്രിട്ടീഷ് സ്ഥലങ്ങളും അയർലൻഡിലെ സ്ഥലങ്ങളും റഷ്യയിലെ സ്ഥലങ്ങളും അങ്ങനെ പല സ്ഥലപ്പേരുകളും വളരെ പോപ്പുലറായിട്ടുള്ള ബ്രാൻഡുകളായിട്ട് മാറിയിട്ടുള്ള ചരിത്രമുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഇനി ഭാവി പരിപാടികൾ? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മെയിൻലി ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യണത് ഇതിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുക, നെക്സ്റ്റ് ലെവലിലോട്ട് കൂടുതൽ ഔട്ട്ലെറ്റുകൾ എത്തിക്കുക, എല്ലാ കസ്റ്റമറിൻ്റെ വീടിൻ്റെ അടുത്തോട്ട് എത്തുക എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ടാണ് നമ്മളിപ്പോൾ ചെയ്യണത്. നിങ്ങൾക്ക് ഈ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി ഒക്കെ ഉണ്ടല്ലേ? അതെല്ലാം ഉണ്ട്. റേഷൻ തന്നെയാണോ എല്ലാവരുടെയും വണ്ടി എടുക്കുന്നത്? ഓക്കെ, അത് ഞാൻ ചോദിച്ചതാ, എല്ലാവരും അങ്ങനെ പറയുമെന്ന് ചോദിക്കുമായിരുന്നു. ഇല്ല, അങ്ങനെയില്ല. നമ്മൾ കൂടുതൽ ഇപ്പം നമ്മളിലല്ല പേഴ്സണലി അത്ര നമുക്ക് ഓൾറെഡി പണ്ട് തൊട്ടേയുള്ള കസ്റ്റമേഴ്സിനെയൊക്കെയാണ് ഞാൻ മെയിൻലി ഹാൻഡിൽ ചെയ്യണത്. ബാക്കി നമുക്കെല്ലാം സ്റ്റാഫും കാര്യങ്ങളും മാർക്കറ്റിംഗ് ടീമും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അവർ നോക്കിക്കോളൂ അല്ലേ. ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? പ്രത്യേകിച്ച് ഈ ഒരു വണ്ടി മേഖലയിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയാനായിട്ട് വെല്ലുവിളി ഒന്നുമില്ല.
എനിക്ക് പേഴ്സണലി അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഒന്നുമില്ല. കാര്യം ഞങ്ങളുടെ ചാലഞ്ചായിട്ട് എടുക്കുന്നല്ലേ? അല്ല, ഞങ്ങളുടെ സെഗ്മെന്റിൽ അങ്ങനെ പ്രശ്നങ്ങളില്ലല്ലോ, ഭയങ്കരമായ പ്രശ്നങ്ങളില്ല. കാര്യം ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനത്തെ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് എഞ്ചിനിലൊക്കെ കയറി കൈവയ്ക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ. ബാക്കി ഇപ്പോൾ നമുക്ക് വരുന്ന പ്രശ്നം എന്താ, ചിലപ്പോൾ നമ്മൾ പോളിഷ് ചെയ്യുമ്പോൾ ഒന്ന് പെയിൻറ്റ് പോകും. അപ്പോൾ അത് ഓൾറെഡി കസ്റ്റമേഴ്സിന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ചില കസ്റ്റമേഴ്സ് പറയും പറ്റില്ല, എനിക്ക് ഷോറൂമിൽ തന്നെ പെയിൻറ്റ് ചെയ്യണമെന്ന് പറയും. നമ്മൾ ഓക്കെ റെഡിയാണ്, നമ്മൾ ഷോറൂമിൽ അവർ പെയിൻറ്റ് ചെയ്യും, നമ്മളതിൻ്റെ കാശ് കൊടുക്കും. ഇതൊക്കെയാണ് നമുക്ക് വരുന്ന ഹേർഡിൽസ്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പിന്നെ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ അനാവശ്യമായിട്ട് ഇങ്ങനെ ഈ ബിസിനസ് തുടങ്ങി ഭയങ്കരമായിട്ട് ഒരു ആവശ്യമില്ലാതെ റേറ്റ് കുറച്ച് അവരും നന്നാവില്ല നമ്മളും നന്നാകാത്ത ഒരു ഇൻഡസ്ട്രീനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളുള്ള അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. കാര്യം നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി അത് അത്യാവശ്യം സക്സസ്ഫുൾ ആണെന്ന് കാണുമ്പം ഇതിൻ്റെ അപ്പുറം ഇപ്പുറം അറിയാതെ ചുമ്മാ എടുത്ത് ചാടുന്ന രീതിയിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്കൊരു പ്രശ്നമായിട്ട് വരും. അല്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെയും ഈവൻ ഒരു ഈ പറഞ്ഞ നമ്മൾ പലരും പറയും കേരളത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെയാണ്. പക്ഷെ എനിക്കിതുവരെ അങ്ങനെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈവൻ നമുക്കിപ്പോൾ എല്ലാവരും നമ്മളോട് സഹകരിച്ച് എനിക്ക് തോന്നിയേക്കണം നമ്മളൊരു നമ്മളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഞങ്ങൾ എന്താണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സഹകരിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഇപ്പം ഈവൻ നമ്മളിപ്പോൾ ഞാൻ ബിസിനസ് തുടങ്ങിയത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സ്കീമായിട്ടുള്ള KSEDM എന്ന് പറഞ്ഞ പലിശരഹിത വായ്പ എടുത്തിട്ടാണ് ഞാൻ ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ അന്ന് നമുക്ക് പലിശ കൊടുക്കണ്ട, കൊടുത്ത മുതൽ മാത്രം തിരിച്ചടച്ചാൽ മതി. ഒരു വർഷം മോറിറ്റോറിയം പീരീഡ് ഉണ്ടായിരുന്നു. ഇത് തന്നത് KFC എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ്. പക്ഷേ KFC എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് സ്ഥാപനം ഞാൻ പറയുകയാണെങ്കിൽ ഒരു ICICI ബാങ്കിൽ പോയപ്പോൾ പോലും എനിക്ക് കിട്ടാത്ത വെൽക്കമാണ് അവർ നമുക്ക് തന്നത്. കാര്യം അവർ നമ്മളൊരു യങ് ഓൺട്രപ്രണർ വന്നു ഇവന് രക്ഷപ്പെടണം അല്ലെങ്കിൽ അത് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള പോലെയാണ്. ഇന്നും അവർ റെഡിയാണ് എനിക്ക് ലോൺ തരാൻ. നമ്മളത് എടുത്തു, കറക്റ്റായിട്ട് റീപേ ചെയ്ത്. എനിക്ക് ശരിക്കും ആ രീതിയിൽ ഗവൺമെൻറ് ഫേംസിൽ നിന്നൊക്കെ അവർ ഇപ്പോഴും നമ്മൾ അവരായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. ഇപ്പോഴും എനിക്ക് വിളിക്കാം. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ എനിക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു നെഗറ്റീവ്സോ കാര്യങ്ങളോ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. പിന്നെ മാത്രമല്ല ഇപ്പോൾ കുറേ ആനുകൂല്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ബിസിനസ് തുടങ്ങാനായിട്ട് എല്ലാ ലൈസൻസും എടുത്ത് വെച്ചിട്ട് തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. തുടങ്ങുക, നമ്മളെല്ലാം കറക്റ്റായിരിക്കണം. പക്ഷേ എന്നിട്ട് നമ്മൾക്ക് പതുക്കെ അപ്ലൈ ചെയ്തെടുത്താൽ മതി എന്നൊക്കെ. നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തു. പക്ഷേ എല്ലാം വൃത്തിയോടുകൂടി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകണം. അങ്ങനെയാണ് ആരും ഉപദ്രവിക്കാൻ വരില്ല എന്നൊക്കെ മാറുന്നുണ്ട്. അതെ, തീർച്ചയായും. എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇതുവരെയും ദൈവം സഹായിച്ച് അങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ല. നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരും. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരാൾ ചിലപ്പോൾ പിരിവിനൊക്കെ വരുമല്ലോ. അപ്പോൾ അവരൊക്കെ ആണെങ്കിൽ പോലും നമ്മളെ അങ്ങനെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള പിരിവ് ചോദിക്കലോ അങ്ങനെയൊന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മൾ കാര്യം പറയും, അവർ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ പറയും ചേട്ടാ ഞാൻ തുടക്കക്കാരനാണ്, ചെറുതായിട്ട് ചെയ്തു തുടങ്ങണേ ഉള്ളൂ, സഹകരിക്കണം, അടുത്ത പ്രാവശ്യം തന്നാ മതിയോ അങ്ങനെ ചോദിക്കുമ്പോൾ നല്ല രീതിയിൽ സംസാരിച്ചാൽ നമ്മളിപ്പോൾ അവിടെ കയറി ഭയങ്കര ഡയലോഗ് അടിക്കാൻ ചിലപ്പോൾ അവർ ഇതാക്കും. ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ഇതൊക്കെ തന്നെയാണല്ലോ. പിന്നെ നമ്മുടെ നിയമം അനുസരിച്ച് പോകുന്ന GST ബാക്കിയുള്ള കാര്യങ്ങൾ അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോവുക എന്നുള്ളതൊക്കെയാണ് പലതും. ഒരു പരിധിവരെയൊക്കെ നമ്മളെ അങ്ങനെ ഉപദ്രവിക്കാൻ വരില്ല. പിന്നെ നമ്മുടെ കയ്യിലിരിപ്പം കൊണ്ടിരിക്കും ഫാക്ടറാണല്ലോ നമ്മൾ ഉപദ്രവിക്കാൻ അവര്. ഇപ്പം അങ്ങനെയാണല്ലോ അൾട്ടിമേറ്റ്ലി. ഇപ്പം നമ്മളാണെങ്കിൽ ഒരു ശത്രുത ഉണ്ടാക്കാതിരിക്കുക. ഇങ്ങോട്ട് കയറി ചൊറിയാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് മാന്തിട്ടു. തീർച്ചയായിട്ടും എല്ലാവരുടെയും ഈഗോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് ഹേർട്ട് ചെയ്യാൻ നിന്നുമ്പോഴാണല്ലോ എല്ലാം പ്രശ്നം. നമ്മളെല്ലാവരുമായിട്ടും നല്ല രീതിയിൽ നിൽക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി എനിക്ക് മനസ്സിലായ ഒരു കാര്യം. എന്നാൽ ചിലപ്പോൾ ചില കസ്റ്റമേഴ്സായിട്ട് നമുക്ക് വളരെ മോശമായിട്ട് ഇടപെടേണ്ടി വന്നിട്ടൊക്കെ ഉണ്ട്. ഇല്ലെന്നത് ഞാൻ കാരണം സർവീസ് ഇൻഡസ്ട്രി ആണല്ലോ. ഈ സർവീസ് ഇൻഡസ്ട്രിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും 100% ആരെ ഹാപ്പി ആക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് വണ്ടിയിൽ ഇപ്പോൾ നമുക്ക് സർവീസ് സെന്ററിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയത്തില്ലേ. ഏതെങ്കിലും സർവീസ് സെന്ററിൽ അടിയില്ലാത്ത ദിവസം ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവില്ലേ മിക്ക സർവീസ് സെന്ററുകളിലും. അതിപ്പോൾ പ്രീമിയം വണ്ടി ആണെങ്കിലും സാധാരണ വണ്ടിയാണെന്നുണ്ടെങ്കിലും ഇല്ലേ. കാരണം കസ്റ്റമറെ ഹാപ്പി ആക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. അല്ല, പക്ഷേ ഞാൻ പൊതുവേ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ലിമിറ്റ് ക്രോസ് ചെയ്യുന്ന രീതിയിലാവുമ്പം നമുക്ക് ചിലപ്പോൾ എതിർത്തൊക്കെ പറയേണ്ടി വരും. കാര്യം വേറൊന്നുമല്ല, അവർ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കും. ഇവനെന്തും കേട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് തോന്നുമ്പോഴുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആ ലെവലൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ മാത്രമേ നമ്മൾ തിരിച്ച് പറയാറും അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. ഞങ്ങളിപ്പോൾ പറയണ പോലെ
എൻ്റെ കടയിലുണ്ടായ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ബ്രസ്സ ആ കാറ് പുതിയ ഡെലിവറി എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ്. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഒരുപാട് മുമ്പാണ്, ഞങ്ങളുടെ സ്റ്റാർട്ടിങ് ടൈമിന്. ഈ സമയത്ത് ഈ ബ്രസ്സ എടുത്തുകൊണ്ട് വന്ന് പുള്ളിയുടെ മോൻ്റെ ഈ ചോറൂണോ അങ്ങനെ എന്തോ ഒരു പരിപാടി, പേരിടൽ ചടങ്ങ് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവരെടുത്തതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പയ്യൻ പോളിഷ് ചെയ്ത സമയത്ത് അറിയാതെ കയ്യിൽ നിന്ന് പോളിഷിങ് മെഷീൻ തെന്നി വിൻഷീൽഡ് പൊട്ടിപ്പോയി. അയ്യോ, ഇത് ഒരിക്കലും ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അന്ന് എനിക്ക് വേണമെങ്കിൽ ഇത് മറച്ചു വെച്ചിട്ട് കസ്റ്റമറിൻ്റെ അടുക്കൽ നിന്ന് ഈ പറയണ പോലെ ഇത് മറച്ചു വെച്ച് നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. പക്ഷേ അല്ല, വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്, അതൊക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് പേരുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതൊരു ധൈര്യമാണ്, എന്താ പറയുക, ധൈര്യം സംഭരിച്ച് ഞാൻ പുള്ളിനെ വിളിച്ച് സംസാരിച്ചത്, സാർ ഇങ്ങനെ ഒരു പ്രശ്നം പറ്റി, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. പക്ഷേ പുള്ളി വളരെ പോസിറ്റീവായിട്ട് എടുത്തു. അത് നിങ്ങളെ വിളിച്ച് പറഞ്ഞതിനെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മൾ മറച്ച് ഒരു കള്ളത്തരം കാണിക്കുമ്പോഴാണ് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരാണ് ഇതൊക്കെ ചെയ്യണത്, എന്തെങ്കിലുമൊക്കെ പറ്റും. അത് നമ്മൾ അവരോട് അഡ്രസ്സ് ചെയ്യുമ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ കോണ്ടാക്ട്സ് ഉപയോഗിച്ച് മാരുതിയിൽ പോയി ഈ പറയണ ഷോറൂമിൻ്റെ സമയത്തിന് മുമ്പ് നമുക്ക് അവിടെ കൊണ്ടുപോയി പുള്ളിക്ക് ഡെലിവറി കൊടുത്തു. ഇതെല്ലാം മാറ്റി ഷോറൂമിൽ തന്നെ റീപ്ലേസ് ചെയ്ത് അവിടെ. അപ്പോൾ പുള്ളി ഇപ്പോഴും നമ്മുടെ കസ്റ്റമറാണ്, പുള്ളി ഹാപ്പിയാണ്. പുള്ളി മനസ്സിലായി, ആ റിലേഷൻഷിപ്പ് നമുക്ക് ബ്രേക്ക് ആക്കാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റി. നമ്മൾ പൊതുവേ അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ സ്റ്റാഫിനോടും പറയണം അങ്ങനെയാണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാലും നിങ്ങളത് ഓപ്പണായിട്ട് പറഞ്ഞു. ഓപ്പണായിട്ട് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ചിലപ്പോൾ കസ്റ്റമർ ചിലപ്പോൾ ചീത്ത വിളിക്കും, ഭയങ്കരമായിട്ട് ഇതാവും, ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടേ കമൻ്റ് ഇടും, ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണമായിരിക്കും നല്ലത്. ഒരു എക്സ്പീരിയൻസ് ആണ്, എന്തെങ്കിലുമൊക്കെ വന്നാലേ ഒരു രസമുള്ളൂ അല്ലേ. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ചാറ്റ് വിത്ത് ഭക്തൻ. കുറേ കാര്യങ്ങൾ കുറേ നാൾക്ക് ശേഷം ഒന്നിരിക്കാൻ പറ്റി അല്ലേ, കുറേ നാൾക്ക് ശേഷം അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒന്നിരിക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നു എൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്താണ് ജ്യേഷ്ഠൻ ലാസ്റ്റ് ഇവിടെ വരുന്നത്. നമ്മളെപ്പോഴും വി ആർ ഇൻ ടച്ച്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ മെസ്സേജ്, ജ്യേഷ്ഠൻ ഓരോ സംരംഭം തുടങ്ങുമ്പോഴും എന്നോട് പറയും, ഇന്നടുത്ത് ബ്രാഞ്ച് തുടങ്ങി, അവിടെ തുടങ്ങി, ഇത് തുടങ്ങി, പിന്നെ ആ ബിസിനസ് തുടങ്ങാൻ പോവാണ്, ഈ ബിസിനസ് തുടങ്ങാൻ പോവാണ്, അത് നമ്മൾ എല്ലാം എന്നോട് പറയാറുണ്ട്. സോ എന്തായാലും താങ്ക്സ് ഫോർ കീപ്പിംഗ് ഇൻ ടച്ച്. അൾട്ടിമേറ്റ്ലി ഒരു ബിസിനസ്സിലാണെങ്കിലും എനിക്ക് തോന്നിയൊരു കാര്യം, ഇന്നലെ ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സപ്പോർട്ടായി. ഇപ്പം ഞാൻ കണ്ടില്ല, ഞാൻ പുതിയ പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയപ്പോൾ ഇങ്ങോട്ട് വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ. ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സപ്പോർട്ടാണ്. കാര്യം എനിക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ യൂട്യൂബിൽ ഫസ്റ്റ് വീഡിയോ ആണ് സുജിത്തുമായിട്ടാണ്. അപ്പോൾ എനിക്ക് പോഡ്കാസ്റ്റ് ചെയ്യുമ്പോഴും ഫസ്റ്റ് അത് സുജിത്ത്, ഇങ്ങനെ ഒരു അങ്ങനത്തെ വിശ്വാസങ്ങളുണ്ടല്ലോ നമുക്ക്, ഈ പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് ടച്ച് എന്ന് പറയുന്ന പോലത്തെ ഒരു. അപ്പോൾ നമ്മളുടെ ഇനി അടുത്തൊരു സ്കെയിലിലോട്ട് പോകാൻ എൻ്റെ ബിസിനസ്. അപ്പോൾ അവിടെ തുടക്കം അത് സുജിത്ത് തന്നെ തൊടട്ടെ എന്നുള്ള. എല്ലാവിധ ആശംസകളും. നിങ്ങളുടെ ബിസിനസ് വളർന്ന് വലുതാവട്ടെ, പുതിയ മേഖലകളിലേക്കും ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഇപ്പം സെറാമിക്കും ബാക്കിയുള്ള പരിപാടികളും PPF മാത്രമല്ല, വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള പല ബോഡി വർക്ക്സും ബാക്കിയുള്ള പല പെയിൻറ്റിങ്ങും അങ്ങനെയുള്ള പല പരിപാടികളും തുടങ്ങണം. ഇനിയും കൂടുതൽ പരിപാടികൾ ആയിട്ട് വരട്ടെ. എൻ്റെ വണ്ടി താഴെ കുറച്ച് സ്ക്രാച്ച് ഒക്കെ ഉണ്ട്, റെഡിയാക്കണം. ഞാൻ എവിടെയെങ്കിലും അടുത്ത ട്രിപ്പ് പോകുമ്പോൾ ക്ലെയിമിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ആകെ ചെയ്തതെന്ന് വെച്ചാൽ ഗ്ലാസ് കോട്ടിങ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഗ്ലാസ് കോട്ട് അതേ ഉള്ളൂ. അതല്ലാതെ വണ്ടി എടുത്തിട്ടൊന്നും ചെയ്തിട്ടില്ല ഇതിനകത്ത്. കാരണം നിങ്ങൾ പറഞ്ഞ പോലെ വെള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തില്ല. അങ്ങനെ സംഭവമുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഞാനിവിടെ ഇല്ല, അതാണ് പ്രശ്നം. ഞാൻ ഇവിടെ ഉള്ളപ്പോഴല്ലേ ഞാൻ വണ്ടി എടുക്കുന്നുള്ളൂ. എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു. സെയിം അങ്ങോട്ടും. താങ്ക് യു. എല്ലാ രീതിയിലും അടിപൊളിയായിട്ട് പോട്ടെ. താങ്ക് യു. നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് സുജിത്ത്. അപ്പം എനിക്ക് ഭയങ്കര ഒരു പറയാൻ ഒരു കടപ്പാടുള്ള ഒരു മനുഷ്യനാണ്. ഓൾ ദി ബെസ്റ്റ്. ശരി.